പാർത്ഥസാരഥി ഐക്യൻ അക്കാദമി നയിച്ചു വരുന്ന വെബിനാർ പരമ്പരയുടെ 23-ാം ഭാഗമായ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർലമെന്റ് എ സ്പെഷ്യൽ റെഫറൻസ് ടു 0 അവർ ആൻഡ് ക്വസ്റ്റ്യൻ അവർ ആൻഡ് പാർലമെന്ററി ഡിബേറ്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ നിന്നും എല്ലാം കരസ്ഥമാക്കുകയും ലോ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ചെക്ക് ദി ട്രാഫിക് ഇൻ നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ് അഡിക്ഷൻ എന്ന വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത സമ്പത്ത് സാർ ഉജ്ജ്വലനായ പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഡോക്ടർ എ സമ്പത്ത് സാറിനെ പാർത്ഥസാരഥി ഐക്യൻ അക്കാദമിയുടെ വെബിനാർ പരമ്പരയുടെ 23-ാം സെഷനിലേക്ക് ക്ലാസ് നയിക്കുവാനായി ഓരോ പാർട്ടിസിപ്പന്റിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വെബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഇങ്ങനെ ഈ ഒരു നല്ല വൈകുന്നേരം, പ്രത്യേകിച്ചും ഇന്ന് കേരള പിറവി ദിനം കൂടിയാണ്. ഈ നവംബർ 1-ാം തീയതി ഡൽഹിയിലെ എന്റെ ഓഫീസിൽ നിന്ന് നിങ്ങളോടൊപ്പം ഇങ്ങനെ ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഡൽഹിയുടെ ചരിത്രത്തിൽ തന്നെ കഴിഞ്ഞ 58 വർഷക്കാലത്തെ ഒക്ടോബർ മാസത്തിലെ ഏറ്റവും കടുത്ത തണുപ്പിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത മാസവും അതിനടുത്ത മാസവും ഒക്കെ ആകുമ്പോൾ കാലാവസ്ഥ വീണ്ടും മോശമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. COVID-19 മഹാമാരിയുടെ ഈ കാലത്ത് നമ്മളെല്ലാവരും അനിവാര്യമായ ജാഗ്രതയും കരുതലും പുലർത്തണം എന്ന് ആദ്യമേ എന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇതിന് ദേശവും രാജ്യവും ജാതി മത വർണ്ണ വർഗ ഭാഷ ലിംഗ വ്യത്യാസവും ഒന്നുമില്ല. ഇതിന്റെ ഭരണഘടനാ തത്വങ്ങളൊന്നും തന്നെ COVID-19 മഹാമാരിക്ക് ബാധകമല്ല. ഇന്നും ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും വീണ്ടും അവര് ലോക്ക്ഡൌണിലേക്ക് അങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ വർഷം 2019-ാം ആണ്ടിൽ ഏതാണ്ട് ഇതേ സമയത്ത് അത്തരത്തിൽ പല രാജ്യങ്ങളിലും അവർ അനുവർത്തിച്ചതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഫ്രാൻസിലാണെങ്കിൽ പാരീസിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയിൽ പലയിടങ്ങളിലും ലോക്ക്ഡൌണുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള നടപടികൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. UK പലയിടങ്ങളിലും അത്തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. US എന്താണ് ഇനിയിപ്പോ എന്നുള്ളതിനെ സംബന്ധിച്ച് നവംബർ 4 കഴിയുമ്പോൾ നമുക്കെല്ലാം അറിവുള്ളതുപോലെ US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴായിരിക്കും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുക. കേരളത്തിൽ ഭാഗ്യവശാൽ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് കൊണ്ട് അവിടുത്തെ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ ഇവിടെ കേരള പിറവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഭരണഭാഷ മലയാള ഭാഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. നമ്മള് പൊതുവിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ രംഗത്തും നമ്മള് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഈ മഹാമാരിയുടെ കാലത്ത് മരണനിരക്ക് കുറയ്ക്കാനായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ മരണനിരക്ക് കുറവാണ് എന്നുള്ളത് കോവിഡ് വ്യാപനത്തിന് എന്തെങ്കിലും നമ്മുടെ ജാഗ്രത കുറവ് കൊണ്ട് അങ്ങനെ ആ ഒരു പ്രതിരോധത്തിന്റെ കണ്ണി പൊട്ടാനിടയാവരുത്. രോഗത്തിന്റെ കണ്ണിയാണ് പൊട്ടിക്കേണ്ടത്, പ്രതിരോധത്തിന്റെ കണ്ണിയല്ല. അത് ആമുഖമായി പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും ഇങ്ങനെ ചേരുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും മാസ്ക് കെട്ടിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നതും ഓഫീസിലേക്ക് പോകുന്നതും. ഇപ്പോൾ നിങ്ങളുടെ മുന്നാകെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ മാസ്ക് മാറ്റിയത്. ഒരു നല്ല വിഷയമാണ് ഈ വിഷയം. അത് വിനായകൻ അങ്ങനെ അത് തിരഞ്ഞെടുത്തത് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലേക്കും ഈ ഭരണഘടനാ സാക്ഷരത എന്ന ഒരു കാര്യം കൊണ്ടെത്തിക്കുന്നതിന് പ്രത്യേകിച്ചും അഭിഭാഷകർക്കെല്ലാം ഒരു വലിയ കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഭരണഘടന എന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് ഇപ്പോ ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇത് കേരളത്തിൽ ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി രണ്ട് പുറങ്ങളിലായി ഒരേ സമയം തന്നെ അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി അത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതാണ്. ശ്രീ M. വിജയകുമാർ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായിരിക്കുന്ന വേളയിലാണ് ആ ഒരു ദൗത്യം അവിടെ നിർവഹിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായിട്ടാണ്. ആ ഭരണഘടന അങ്ങനെയാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു 45 മിനിറ്റ് കൊണ്ട് ഈ പറയാനുള്ളത് ചുരുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭരണഘടനയുടെ എല്ലാം ആവിർഭാവത്തെ കുറിച്ചെല്ലാം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ UK കുറിച്ച് പ്രതിപാദിക്കും. UK എന്ന് പറയുമ്പോൾ നമ്മൾ നിയമം പഠിച്ചിട്ടുള്ളവരുമെല്ലാം UK എന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നും ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാൽ ഇംഗ്ലണ്ട് എന്നുമെല്ലാം ഇതെല്ലാം ഒരേപോലെ തന്നെ, എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിനോണിമസ് എന്നും അങ്ങനെ നമ്മൾ പറയുമല്ലോ.
ഇതിന്റെ പര്യായ പദമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുക. എന്നാൽ അങ്ങനെയല്ല. ഇംഗ്ലണ്ട് എന്നത് വാസ്തവത്തിൽ ഒരു ദ്വീപ് മാത്രമാണ്. ഇംഗ്ലണ്ട് പ്ലസ് സ്കോട്ട്ലൻഡ് എന്നത് ചേർന്നിട്ടുള്ള ആ ഗ്രേറ്റ് ബ്രിട്ടനും, ഇംഗ്ലണ്ട് പ്ലസ് സ്കോട്ട്ലൻഡ് പ്ലസ് നോർത്തേൺ അയർലൻഡ്, സദേൺ അയർലൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ആണ് ആ ഭാഗം. അവിടെ രാജവാഴ്ച അല്ല. ഈ നോർത്തേൺ അയർലൻഡ്, ഐൽ ഓഫ് വെയിൽസ്, ഐൽ ഓഫ് മാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ദ്വീപുകളും ഒക്കെ ചേർന്നതാണ് വാസ്തവത്തിൽ യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളത്. അപ്പോൾ ഈ UK അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഒരു രാഷ്ട്രമായി, അതൊരു യൂണിറ്ററി രാഷ്ട്രമാണ് UK എന്നത്. ഞാനിപ്പോൾ UK തുടങ്ങുന്നതിന്റെ കാരണം, നമ്മളെല്ലാവരും മാഗ്ന കാർട്ടയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകൾ. അപ്പോൾ മാഗ്ന കാർട്ടയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കിങ് ജോണിനെ പറ്റിയും ഒക്കെ, പ്രത്യേകിച്ചും LLBക്ക് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ലെജിസ്ലേറ്റീവ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളൊന്ന് പരാമർശിച്ചു പോകും. രാജാവിനുള്ള അപരിമിതമായ അധികാരങ്ങൾ, സീമാതീതമായ അധികാരങ്ങൾ. ആ പറയുന്ന കാലം 1215 എന്നത് ഈ എല്ലാവർക്കും വോട്ടവകാശമുള്ള ഒരു കാലമല്ല. പ്രത്യേകിച്ചും അടിമകളായിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം ജീവനിലും ജീവിതത്തിലും ശരീരത്തിലും പോലും യാതൊരു അധികാരവും ഇല്ലാത്തതായിട്ടുള്ള ജനത. നമുക്കറിയാം, മുമ്പ് കേരളമാകുന്നതിന് മുമ്പ് നമ്മുടെ നാടുവാഴി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന കാലത്ത് ഇന്നത്തെ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അത് ഉണ്ടായിരുന്നത് തന്നെയാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് അടിമ കച്ചവടം എല്ലാം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടതാണ്. വാസ്തവത്തിൽ ലോകത്തിൽ അടിമ കച്ചവടം നിരോധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതിൽ മഹാനായ എബ്രഹാം ലിങ്കൺ എടുത്ത ധീരമായ ഒരു നിലപാടുണ്ട്. അത് ഈ സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. US കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമ്മൾ അത് പഠിക്കണമെങ്കിൽ തന്നെ എത്രയോ ആഴ്ചകൾ തന്നെ വേണ്ടി വരും. അവിടെ ഈ വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുണ്ടായ ഒരു തർക്കം എന്നത് തന്നെ അവരുടേതായിട്ടുള്ള പ്ലാന്റേഷനുകളിൽ വളരെ കുറഞ്ഞ കൂലിക്ക് ജോലിക്ക് ഇത്തരത്തിൽ അടിമകളെ വേണം എന്ന തെക്കൻ സംസ്ഥാനങ്ങളും, എന്നാൽ അവരെ അതിൽ നിന്ന് ഫ്രീ ലേബറായി, ബോണ്ടഡ് ലേബറിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചുകൊണ്ട് വ്യവസായ ആവശ്യങ്ങൾക്കായി തൊഴില്, അവർക്ക് കൂലി, ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് അത് മാറ്റുന്ന ഒരു വ്യവസ്ഥ. എന്തായാലും അതൊരു പ്രസിഡന്റിന്റെ ഉത്തരവ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തെക്കൻ സംസ്ഥാനങ്ങൾ അത്തരത്തിൽ കോൺഫെഡറേറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് രൂപീകരിച്ചത്. തുടർന്നുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന നിലയിൽ തന്നെ അവർക്ക് നേടാൻ കഴിഞ്ഞ വിജയം, പിന്നീട് മഹാനായ എബ്രഹാം ലിങ്കന്റെ വധത്തിലേക്കെല്ലാം അത് ചെന്നെത്തി എന്നൊക്കെ ഉണ്ട് എങ്കിൽ പോലും അമേരിക്കയിൽ അന്ന് അങ്ങനെ ആ ഉത്തര സംസ്ഥാനങ്ങൾ, വടക്കൻ സംസ്ഥാനങ്ങൾ ആ യുദ്ധത്തിൽ ജയിച്ചത് കൊണ്ട് തന്നെ ലോകത്തെമ്പാടും ഈ അടിമക്കച്ചവടം നിരോധിക്കുന്നതിന്, ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങൾ, രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സംഭവങ്ങൾ, ഈ ഭൂമിയുടെ എല്ലാ ഭാഗത്തും അതിൻ്റെതായ പ്രത്യാഘാതങ്ങളും പ്രതിഫലനങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഈ റണ്ണിമേഡിൽ വെച്ച് അങ്ങനെ ഈ കിങ് ജോണിനെ വാസ്തവത്തിൽ ജനങ്ങൾ ബന്ധനസ്ഥരാക്കി തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെച്ചതായിട്ടുള്ള, അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, വേറെ നിവൃത്തികേട് കൊണ്ടാണ് ഒപ്പുവെച്ചത്. അതില് പറയുന്നതിന്റെ ഏതാണ്ട് മലയാള പരിഭാഷ, അതൊരു വലിയ ഡോക്യുമെന്റ് ആണ്. അതിന്റെ വളരെ ചുരുക്കം നമ്മൾ പറഞ്ഞാൽ, ഒരു സർഫിന്, അതായത് ഒരു കൃഷിക്കാരൻ എന്ന് പറയാം, അടിമയല്ല, ഒരു കൃഷിവലന്, ഏതാണ്ട് മലയാള പരിഭാഷയാണ് സർഫ് എന്നുള്ളതിന്റെ. ആ സർഫിന്റെ കൃഷിവലന്റെ അനുമതി കൂടാതെ, അനുവാദം എന്ന് നമ്മൾ പലരും പറയുമെങ്കിലും മലയാളത്തിൽ പെർമിഷൻ എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ പരിഭാഷ അനുമതി എന്നുള്ളതാണ്. അനുവാദം എന്ന് വെച്ചാൽ അത് പരിഭാഷ എന്നാണ്, ട്രാൻസ്ലേഷൻ എന്നാണ് അർത്ഥം. സ്കൂളിലും പലയിടത്തും അനുവാദം പോകരുതെന്ന് എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ ഹെഡ് മാസ്റ്ററുടെ മുറിക്ക് മുമ്പിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു തെറ്റ് നമ്മളും തിരുത്തണം. ഒരു കൃഷിവലന്റെ അനുമതി കൂടാതെ കാറ്റിന്, വെയിലിന്, മഴയ്ക്ക്, മഞ്ഞുതുള്ളികൾക്ക് അവന്റെ ഭവനത്തിലേക്ക് കടന്നു വരാം, കടന്നു പോകാം. എന്നാൽ രാജാവിനും രാജാവിന്റെ ഭടന്മാർക്കും അങ്ങനെ ആ അനുമതി കൂടാതെ കടന്നു വരാൻ കഴിയില്ല. അതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞതാണ്. അതായത് അപരിമേയമായ, അപരിമിതമായ, നിയന്ത്രിക്കപ്പെടാത്ത എക്സിക്യൂട്ടീവ് അധികാരം അത് ജനങ്ങൾക്ക് മേൽ എല്ലാ അർത്ഥത്തിലും, ഇപ്പോ നമ്മള് വക്കീലന്മാരുടെ ഭാഷയിൽ പറയുമല്ലോ, വാറണ്ട് ഇല്ലാതെയുള്ള അറസ്റ്റ്, സെർച്ച്, സീഷർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിധത്തിലുള്ള പൗരാവകാശങ്ങളും അങ്ങനെ അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു കാലത്ത് രാജവാഴ്ച ആ വിധത്തിൽ ജനങ്ങൾക്ക് മേൽ എന്തുമായിരുന്ന ഒരു കാലത്ത് നിന്നാണ് ഈ വിധത്തിൽ ജനങ്ങൾ അങ്ങനെ രംഗത്തിറങ്ങുന്നതും രാജവാഴ്ചയ്ക്ക് തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും. ശരിയാണ്, നമ്മൾ ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇപ്പോ ഗ്രേറ്റ് ബ്രിട്ടൻ, UK എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ UK ഇപ്പോഴും പരിമിതമായ ഭരണഘടനാ തലവനായി
ഇന്ത്യക്ക് രാഷ്ട്രപതി എന്ന് പറയുന്നത് പോലെ അവിടെ രാജവാഴ്ച ആ വിധത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് രാജ്ഞി അല്ലെങ്കിൽ രാജാവ് എന്ന നിലയിലേക്ക് അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലോകത്ത് പല രാജ്യങ്ങളിലുമുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്നുള്ള നിലയിൽ മൊണാർക്കിനെ അംഗീകരിക്കുന്നത്. നമ്മള് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ UK തന്നെയാണ്. ലോകത്തിലെ രാജ്യങ്ങളില് പാർലമെന്ററി ജനാധിപത്യം ആ വിധത്തിൽ അംഗീകരിച്ചിട്ടുള്ള രാജ്യം. പാർലമെന്ററി ജനാധിപത്യം എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം വന്നിട്ടുള്ള രാജ്യങ്ങളിലും ഇങ്ങനെ നമ്മൾ പ്രായപൂർത്തി വോട്ടവകാശം, അത് പുരുഷനായാലും സ്ത്രീ ആയാലും ലിംഗപരമായി ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ളവരായാൽ പോലും അവർക്ക് പ്രായപൂർത്തി വോട്ടവകാശം എത്ര വയസ്സിൽ എന്നുള്ളതിൻ്റെത് മാത്രമാണ് പല രാജ്യങ്ങളിലും വ്യത്യാസമുള്ളത്. ഇന്ത്യയിൽ നമ്മൾ മുമ്പ് 21 വയസ്സായിരുന്നു, ഭരണഘടനാ ഭേദഗതി വരുത്തി അത് 18 വയസ്സായി, അത് മാറി. അപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി 18 വയസ്സ് പോരാ കേട്ടോ, വോട്ട് ചെയ്യാനും 18 വയസ്സ് മതിയെങ്കിൽ പോലും. അപ്പോ ലോകത്തിലെ ചില രാജ്യങ്ങളിലാണ് എങ്കിൽ ഈ വോട്ട് ചെയ്യുന്നതിന് 14 വയസ്സ് മാത്രം മതി എന്നുള്ള രാഷ്ട്രങ്ങൾ പോലും ലോകത്തിലെ ചിലയിടങ്ങളിലുണ്ട്. 16 വയസ്സ് നിജപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രങ്ങളുണ്ട്. നമ്മൾ 18 വയസ്സാണ്. അതെന്തായാലും അതാത് രാഷ്ട്രങ്ങളുടേതായിട്ടുള്ള അവരെ തീരുമാനിക്കേണ്ടതാണ്, അവരുടേതായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ആ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിലാണ് എന്ന് പറയുന്ന UK-യിൽ അവിടെ പാർലമെന്റിന് 2 സഭകളാണ്. ഇത് ബൈകാമറൽ സിസ്റ്റമാണ്. അവരുടെ ഭാഷയിൽ നേരത്തെ അവര് ഇതിനെ അപ്പർ ഹൗസ് എന്നും ലോവർ ഹൗസ് എന്നും എല്ലാം പറയുന്നുവെങ്കിലും വാസ്തവത്തിൽ ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ നമ്മളും പലപ്പോഴും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ പോലും ഇതിനെ ഉപരിസഭയെന്നും അധോസഭയെന്നും ഒക്കെ പറയാറുണ്ടെങ്കിലും ആ പദപ്രയോഗം ശരിയല്ല. അത് പഴയ കോളനി വാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്നതിൽ. നിങ്ങളും എന്നോട് ക്ഷമിക്കണം, നമ്മൾ ഈ അഭിഭാഷകർ പോലും ഇപ്പോഴും കോടതികളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളിൽ എന്തുമാത്രം ആ കോളനി നമ്മൾ പറയുമല്ലോ, സ്റ്റിൽ വി ആർ ബെയറിംഗ് ദ ബാഗേജസ് ഓഫ് ദ കൊളോണിയൽ എറ. ഇപ്പോഴും ആ കോടതിയിൽ നടപടിക്രമങ്ങളിൽ പലതും നോക്കിയാൽ വെബിനാറിൽ കൂടിയും നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഇന്ന് കോടതികളിലെ പല കാര്യങ്ങളും സൂം മീറ്റിംഗിൽ കൂടിയാണ് നടക്കുന്നത് എങ്കിലും പണ്ട് തണുപ്പ് കാലത്ത് അത്തരത്തിൽ ഈ വക്കീലന്മാർ ധരിക്കേണ്ടി വന്നുള്ള കോട്ടിന്റെ പുറത്ത് പിന്നെ ഇവിടെ ഈ നമ്മളൊരു ബാൻഡ് എല്ലാം വെച്ച് പിന്നെ അതിന്റെ പുറത്തൊരു ഗൗണും എല്ലാം കെട്ടിയിട്ട് ജഡ്ജിമാരായിട്ട് കോടതികളിൽ അവരെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ യുവർ ഓണർ എന്നുള്ളത് മാത്രമല്ല മിലോഡ് എന്ന് പോലും നമ്മൾ അഭിസംബോധന ചെയ്യുന്നതായിട്ടുള്ളൊരു അവസ്ഥ. അമേരിക്കൻ പ്രസിഡന്റിനെ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് അഭിസംബോധന ചെയ്യാനും ഇന്ത്യയുടെ രാഷ്ട്രപതിജി എന്ന് അഭിസംബോധന ചെയ്യാനും ഒക്കെ കഴിയുമ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടനാ തലവനെ പോലും രാഷ്ട്രപതിജി എന്ന് അഭിസംബോധന ചെയ്യാൻ ഏത് പൗരനും അവകാശം ഉള്ളപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ കോടതികളെ അത്തരത്തിൽ മിലോഡ് എന്നൊക്കെ വിളിക്കുന്നത്. അതൊക്കെ ആ ഒരു കൊളോണിയൽ ആ ഒരു സംസ്കാരത്തിൻ്റെത് ഇപ്പോഴും നമ്മൾ മാറ്റേണ്ടത്. കോടതികൾ അങ്ങനെ നിഷ്കർഷിക്കുന്നില്ല എങ്കിൽ പോലും അഭിഭാഷക സമൂഹം ഇക്കാര്യത്തിൽ വലിയൊരു മാറ്റത്തിന് ഇനിയും വിധേയമാകേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ ഇത് ഇങ്ങനെ വിളിച്ചാൽ മാത്രമേ നമ്മുടെ കേസുകളിൽ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു മിഥ്യാധാരണയൊക്കെ ഉണ്ടെങ്കിൽ അത് അഭിഭാഷക സംഘടനകളും അഭിഭാഷക സമൂഹവും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, സാന്ദർഭികമായി പറഞ്ഞതാണ് കേട്ടോ ഈ ഇക്കാര്യത്തിൽ. അപ്പോൾ ഈ ഹൗസ് ഓഫ് ലോർഡ്സ് നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളല്ല, പേരുകൊണ്ട് തന്നെ അറിയാവുന്നതുപോലെ. പിന്നുള്ളത് ഹൗസ് ഓഫ് കോമൺസ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്നതിൽ വാസ്തവത്തിൽ 2 സഭകളും ഉണ്ടെങ്കിലും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന MP-മാരുള്ളത് ഹൗസ് ഓഫ് കോമൺസിലേക്കാണ്. ഹൗസ് ഓഫ് കോമൺസിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നണി, അത് ആർക്കും ഭൂരിപക്ഷം ഇല്ല എങ്കിൽ അതിനുശേഷം അത്തരത്തിൽ അവർക്ക് രൂപീകരിക്കാൻ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞാൽ ആ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാബിനറ്റ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. ഇന്ത്യയിലും ഏതാണ്ട് ഇതേ പതിപ്പ് തന്നെയാണുള്ളത്. ഇതിൽ വലിയ വ്യത്യാസമൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന വേളകളിൽ ഈ ചരിത്രം, ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ മോണ്ടേഗ് ചെംസ്ഫോർഡ്, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമായിരുന്നല്ലോ. ഇത്തരം കാര്യങ്ങളിലേക്ക് വരും. ഈ ഒരു ഭരണഘടനാ പ്രക്രിയ എന്നുള്ളത് ഒറ്റയടിക്ക് നമ്മൾ 1950 ജനുവരി 26 നിലവിൽ വന്നു. അതിന്റെ തലേക്കൊല്ലം 1949 നവംബർ 26 അത് ഇങ്ങനെ പാസ്സാക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പോകും. അങ്ങനെ പെട്ടെന്ന് വന്നൊരു കാര്യമല്ല. അത് നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവര് ബേണിംഗ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത് പോലെ അർദ്ധരാത്രി പോലും പകലാക്കി അവര് ആ ലോകത്തിൽ നിലവിലുണ്ടായിരുന്ന വിവിധ ഭരണഘടനകൾ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും അതെല്ലാം പഠിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ അന്ന് അവർ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള സേവനങ്ങളെ നമ്മൾ ഇന്ന് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഡിബേറ്റ്സ് വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും. ആ കാലത്ത് ഇന്ന് നമ്മൾ പരസ്പരം കണ്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ലാത്ത കാലത്ത് ലോകത്തിന്റെ ഏത് ഭാഗത്തും നിന്ന് ഏതൊരു ഭാഗത്തേക്ക് നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നതായ ഒരു കാലത്ത് നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ എല്ലാം
ധിഷണാശക്തിക്ക് മുമ്പിൽ നമ്മൾ എന്താ പ്രണാമം അർപ്പിക്കേണ്ടതായിട്ട്. അവര് അത് എഴുതി ഉണ്ടാക്കുന്ന കാലത്തുള്ള ഭരണഘടനകൾ, പ്രധാനപ്പെട്ട ഭരണഘടനകൾ ഏതാണ്, വാട്ട് വർ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അന്ന് അവര് വായിച്ചു പഠിച്ചിട്ടുണ്ടാവും. എത്രയോ ഉണ്ട് എന്നുള്ളതിൽ. ഇപ്പൊ യു കെയിലാണെങ്കിൽ അവരുടേത് ഒരു എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഇതെല്ലാം പറയുന്നത്. ഞാനിപ്പോ നേരത്തെ ഇവിടുത്തെ ഇന്ത്യയുടെ ഭരണഘടന ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് പാർലമെന്റിനകത്ത് സൂക്ഷിച്ചിട്ടുള്ള ആ പതിപ്പ്, അതുപോലെ ആ കൈപ്പടയിൽ എഴുതപ്പെട്ടതല്ല, അച്ചടിച്ചതാണ് ഞാൻ ഈ കാണിച്ചതാണെങ്കിൽ. ഇത് ഭേദഗതികൾക്ക് വിധേയവുമാണല്ലോ. അതിന്റെ ബേസിക് സ്ട്രക്ചറിന് മാറ്റമുണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണഘടന എഴുതപ്പെടാത്തതാണ് എന്നുള്ള കാരണത്താൽ ആ രാഷ്ട്രത്തിന് ഭരണഘടന ഇല്ല എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? Just because you cannot show me a single piece of paper, can you say that that particular nation doesn't have a constitution at all? പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ യു കെക്ക് ഒരു ഭരണഘടനയെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? അല്ലല്ലോ, യു കെക്ക് ഭരണഘടന ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് യു കെയുടെ ഭരണഘടന എന്നതാണ്. ആ ഭരണഘടന എന്നത് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഈ ജുഡീഷ്യറിയുടേതായിട്ടുള്ള വിധിന്യായങ്ങളും, കസ്റ്റംസ്, കൺവെൻഷൻസ്, പ്രീസിഡൻസ് ഒക്കെ ചേർന്നതാണ്. അപ്പോഴാണ് നമ്മളൊരു പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ, അല്ല ഇനി പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായമായാൽ പോലും, നമ്മൾ എഴുതപ്പെട്ട ഭരണഘടന അല്ല എന്നുള്ള രാഷ്ട്രത്തിൽ ഉള്ളതുപോലെ തന്നെ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായാലും എഴുതപ്പെടാത്ത ഭരണഘടന ഉണ്ടായാലും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായാൽ കോടതി, ജുഡീഷ്യൽ റിവ്യൂ, അല്ല ഏറ്റക്കുറച്ചിലുകൾ പലയിടത്തും ഉണ്ടാവും. നമ്മുടെ രാജ്യത്തുള്ള ജുഡീഷ്യൽ റിവ്യൂവിൻ്റെത് പോലെ തന്നെ ഈ യു കെയിലെ ജുഡീഷ്യറിക്ക് എല്ലാ അർത്ഥത്തിലും അധികാരമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ, അമെന്റ്മെന്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത്തരം കാര്യങ്ങളിലോ ഒരു നിയമം, ഒരു ലോ എന്നുള്ള നിലയിൽ നമ്മൾ പാർലമെന്റ് പാസ്സാക്കുന്നതോ നിയമസഭ പാസ്സാക്കുന്നതോ ഒക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോഴോ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുമ്പോഴോ, അതുപോലെ തന്നെ US കോൺസ്റ്റിറ്റ്യൂഷനിലും കഴിയും, അവിടെയും അത് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കീഴ്വഴക്കങ്ങൾക്ക് പോലും ഒരു വലിയ സേ ഉണ്ട് എന്നതാണ്, സ്ഥാനമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഴുതപ്പെട്ടിട്ടില്ല, പക്ഷെ കീഴ്വഴക്കമുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് യു കെയുടെ ഈ ഭരണഘടനയുടെ കാര്യത്തിൽ നമ്മളത് പറയുമ്പോൾ, യു കെ ഒരു യൂണിറ്ററി നേഷനാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിലുള്ളത് പോലെ ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ അല്ല. അപ്പൊ ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആണ് എന്നുള്ള നിലയിലേക്ക് ഞാൻ പറയുന്നത് അത് എന്റെ വാചകമല്ല. എന്താ എന്റെ വാചകമല്ല എന്ന് പറയുന്നത്? ഇതില് ഇപ്പോ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ളതിൽ വളരെ പ്രായം കൊണ്ട് വളരെ മുതിർന്നവരും പ്രായത്തിൽ ഇളമുറക്കാരായിട്ടുള്ളവരും എല്ലാം ഈ ഇപ്പോ നമ്മളോടൊപ്പം ഇതിൽ ചേരുന്നുവല്ലോ. പാർട്ട് 1, ദി യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ളത് എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 1 സൂചിപ്പിക്കുന്നത് ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന്. അതായത് ഇന്ത്യ സംസ്ഥാനങ്ങൾ എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഷാൽ കംപ്രൈസ് A, the territories of the states, B, the union territories specified in the first schedule, and C, such other territories as may be acquired. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഭരണഘടനാപരമായ അതിന്റെ ഈ ഭരണപരമായ കൃത്യങ്ങൾ നടത്തുന്നതിന്, നിർവഹിക്കുന്നതിന് വേണ്ടി സൗകര്യാനുസരണം ജില്ലകളായി വിഭജിച്ചിട്ടുള്ളത് പോലെ, വിഭജിക്കുന്നത് പോലെ അല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ചേർന്ന്, അതായത് ഈ സംസ്ഥാനങ്ങൾ ചേർന്നുള്ള യൂണിയനാണ് ഇന്ത്യ എന്ന് ഭരണഘടന തന്നെ വിവക്ഷിക്കുകയാണ്. ഞാനിപ്പോ ഇത് പറയുന്നതിന്റെ കാരണം, നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണ്. എന്തുകൊണ്ട്? ഇതൊരു ഫെഡറൽ രാഷ്ട്രമാണ് എന്നുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. സ്വിറ്റ്സർലൻഡ് ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. കാനഡ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും പലപ്പോഴും നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഉണ്ടായിട്ടുള്ളത് പോലെ തന്നെ അവിടെയും ഇത്തരത്തിലുള്ള വിവിധ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, അത് വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ വരുന്നത്? ഭാഷാപരമായി വരാം, സാമൂഹ്യപരമായി വരാം, ഭൂമിശാസ്ത്രപരമായി വരാം, വികസന പരിപ്രേക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള പിന്നോക്കാവസ്ഥ വരാം. കാനഡയിലെ ക്യൂബക്ക് വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഫെഡറൽ രാഷ്ട്രമാണ് എങ്കിൽ എപ്പോഴും നല്ലത്
അതിനൊരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇതിൽ ഈ സംസ്ഥാനങ്ങൾ യൂണിറ്റുകൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഈ പറയുന്നതായിട്ടുള്ള ഈ കോൺസ്റ്റിറ്റ്യൂന്റ് യൂണിറ്റ്സ് ആയിട്ടുള്ള ഈ സംസ്ഥാനങ്ങളും ഇതിന്റെ ഈ യൂണിയനും തമ്മിൽ നമ്മൾ സാധാരണ ഭാഷയിൽ എല്ലാവരും പറയുക എന്താണ്? കേന്ദ്രം എന്നല്ലേ പറയുക. നിങ്ങൾ പലരും അഭിഭാഷകരും നിയമവിദ്യാർത്ഥികളും സൗകര്യപ്രദമായും അത് ഉപയോഗിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും പലപ്പോഴും സംസാരിക്കുമ്പോഴോ പ്രസംഗിക്കുമ്പോഴോ അല്ല എഴുതുമ്പോഴോ എല്ലാം കേന്ദ്ര സർക്കാർ എന്ന് പറയും. കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എവിടെങ്കിലും നിങ്ങൾ ഒരു പഠന ഗവേഷണം നടത്തിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട്. യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് എന്നാണ് ഇവിടെ പറയുക, അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് എന്നും സ്റ്റേറ്റ് ഗവൺമെന്റും എന്നല്ല പറയുക. നിർഭാഗ്യകരമായ ഒരു കാര്യം എന്നത് പലപ്പോഴായി നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളുമെല്ലാം സെൻട്രൽ ഗവൺമെന്റ് എന്ന് അങ്ങനെ ആ പദം ഉപയോഗിച്ച് അത് പ്രത്യേകിച്ചും അത് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ സമയത്ത് തന്നെ നമ്മുടേതായിട്ടുള്ള സിവിൽ സർവീസ്, ആ സിവിൽ സർവീസിൽ ഡൽഹിയിലാണ് ഈ അധികാരങ്ങളുടെ കേന്ദ്രം എന്നുള്ള ഒരു ധാരണയിൽ തന്നെ അത് ICS നിന്ന് IAS വരികയും മറ്റ് സിവിൽ സർവൻസും എല്ലാം വരുമ്പോഴും ഒക്കെ ഇതിലുള്ളൊരു കാര്യം ഈ അധികാരം സംസ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങുന്നത് പോലെയാണ് എന്ന്, പെർക്കുലേറ്റ് ചെയ്യുന്നത് പോലെയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ശരിയല്ല. ഇതൊരു കോ ഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്. പല ഫെഡറേഷനുകളും ഇതിലിപ്പോ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് അത് ഈ ഒരു വിഷയത്തിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പാർലമെന്റ് എന്നുള്ളത് തന്നെ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്ത് തീരാൻ കഴിയുന്നതല്ല. അതൊരു മണിക്കൂറുകൾ നമ്മൾ ചർച്ച ചെയ്താലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നിയമത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊരു ഓഷ്യനാണ് എന്ന് പറയുന്നത് പോലെ അതിങ്ങനെ നീന്തിക്കിടക്കാൻ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു മഹാസാഗരമാണ് നിയമം എന്നുള്ളത് പോലെ തന്നെ ഈ ഭരണഘടനയും പാർലമെന്റുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും അതെല്ലാം ബാധകം തന്നെയാണ്. ഇതിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ 5ാം ഭാഗമാണ് യൂണിയൻ എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നത്. ആ യൂണിയൻ എന്നുള്ളതിൽ എക്സിക്യൂട്ടീവിനെ, ജുഡീഷ്യറിയെ, ലെജിസ്ലേച്ചറിനെ ഒക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൽ ഇത് പാർലമെന്റാണ് പ്രധാനമായും ഇവിടെ വരുന്നത്. അങ്ങനെ പാർലമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് എന്നുള്ളതും 2 സഭകൾ ചേർന്നതാണ്. ഒന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പർ ഹൗസ് നമ്മൾ പറയുന്നത് ശരിയല്ല. ഒരു കൂട്ടർ ഉയർന്നവരും മറ്റേ കൂട്ടർ താഴ്ന്നവരും എന്നല്ല. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതിന്റെ അർത്ഥം സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആ സംസ്ഥാനങ്ങളിലെ MLA മാർ, ജനപ്രതിനിധികൾ, ആ MLA മാർ തെരഞ്ഞെടുത്തിട്ടുള്ള അവരിൽ നിന്ന് അവർ വോട്ട് ചെയ്തിട്ടാണ്. അത് അവിടുത്തെ ജനസംഖ്യയുടെയും അവിടുത്തെ ലെജിസ്ലേച്ചറിന്റെയും എല്ലാം ആ അംഗസംഖ്യ അതെല്ലാം കണക്കിലെടുത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പോലെയാണ്. സിക്കിമിന് ഒരു രാജ്യസഭാ അംഗമേ ഉണ്ടാവൂ. സിക്കിമിനെ സംബന്ധിച്ച് കേരളത്തിന് 9 രാജ്യസഭാംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. UPക്ക് അവരുടേതായ ജനസംഖ്യ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായി അവരുടെ എണ്ണം കൂടുതലായിരിക്കും. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്നാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രതിനിധിയെങ്കിലും അത്തരത്തിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൽ ഉണ്ടാവും. ഇനി ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ പാർലമെന്റ് എന്നുള്ളത് സാധാരണ എല്ലാവരും ഉപയോഗിക്കാറുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് എന്നാണ് പറയാറ്. ഇപ്പോൾ നിലവിലുള്ള 17ാമത് ലോക്സഭയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യസഭയിലേക്ക് 6 കൊല്ലം കൂടുമ്പോഴാണ് ഒരു അംഗത്തിന്റെ കാലാവധി തീരുക, തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഓരോ 2 കൊല്ലം കൂടുമ്പോഴും ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1/3, ഇപ്പൊ നമ്മുടെ അവിടെ നിന്നാണെങ്കിൽ 3 പേര് വീതം അവര് ഈ 2 വർഷം കഴിയുമ്പോൾ അവർ റിട്ടയർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം തൊട്ടേ അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് വന്നിട്ടുള്ളത്. 6 കൊല്ലമാണ് അവരുടെ ടെന്യുവർ എന്നുള്ളത്, കാലാവധി എന്നുള്ളത് മൊത്തം. ലോക്സഭയിലേക്കാണെങ്കിൽ 5 കൊല്ലമാണ് കാലാവധി എന്നുള്ളത്. ആ ലോക്സഭയിലേക്കുള്ള 5 കൊല്ല കാലാവധി ഇപ്പോ 543 മണ്ഡലങ്ങളിൽ നിന്ന് അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈ UK ഹൗസ് ഓഫ് കോമൺസിന് സമാനമാണ് ഇന്ത്യയിലെ ലോക്സഭ എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. മൾട്ടി പാർട്ടി ഡെമോക്രസി. ലോകത്തിൽ ഇങ്ങനെ ഒരു ജനാധിപത്യം മറ്റു പല രാഷ്ട്രങ്ങൾക്കും പറയാൻ കഴിയില്ല. ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ. അപ്പൊ ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം, ഇത്രമാത്രം ജനസംഖ്യയും ഇത്രമാത്രം വോട്ടർമാരെ, ഇലക്ടറേറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന MP മാർ നമ്മുടെ ലോക്സഭയിലല്ലാതെ ലോകത്തൊരിടത്തും ഉണ്ടാവില്ല. കാരണം ഒരു സാധാരണ പാർലമെന്റ് മണ്ഡലം, നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ 20-25 ലക്ഷത്തോളം ജനങ്ങളെയാണ് ഒരു MP, ലോക്സഭാ അംഗം പ്രതിനിധാനം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ജനങ്ങൾക്ക് MLA മാരോടുള്ളത് പോലെ നേരിട്ട് ബന്ധപ്പെടാനാവില്ല. കാരണം അവർ നേരിട്ട് വോട്ട് ചെയ്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്,
നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിനോട് ഇറ്റ് ഈസ് ആൻസറബിൾ ടു ദ ലെജിസ്ലേച്ചർ എന്നതാണ് ഭരണഘടന വിഭാവന ചെയ്യുന്നത്. നമ്മുടെ കാര്യനിർവഹണ മണ്ഡലം, മന്ത്രിമാർ, ആ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് അധികാരം ഉള്ളവർ, അത് നിർവഹിക്കുന്നവർ എല്ലാം ഒരു ലെജിസ്ലേറ്റീവ് സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നു എന്നുള്ളതാണ്. ഇവിടെ എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും പല കാര്യങ്ങളിലും വ്യതിയാനം സംഭവിക്കാം, അപഭ്രംശം ഉണ്ടാവാം, അത്തരത്തിൽ വ്യതിചലിച്ചു പോകാം, ഭരണഘടനാ വിരുദ്ധമായ ഏതെങ്കിലും നടപടികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവരെടുക്കുന്നതായിട്ടുള്ള ആ ഒരു പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അത്തരത്തിലുള്ള ഭരണഘടനാപരമായ സാധുത ഇല്ലാതാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നിയമത്തിലെ ഏതെങ്കിലും പ്രത്യേക വകുപ്പുകൾ അത്തരത്തിൽ സംഭവിക്കാം. ഇതെല്ലാം ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 226 അനുസരിച്ച് ഹൈക്കോടതിയിലോ അതല്ല എങ്കിൽ ആർട്ടിക്കിൾ 32 അനുസരിച്ച് അത് റിട്ടായി സുപ്രീം കോടതിയിലോ എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല, സുപ്രീം കോടതിക്ക് അവർക്ക് തന്നെ സ്വന്തം അധികാരം ഉപയോഗിച്ച് തന്നെ ഇത് പരിശോധിക്കുകയും ഒക്കെ ആവാം. അപ്പോൾ നമ്മളിത് പാർലമെന്റിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടു സഭകൾ, ആ രണ്ടു സഭകളിൽ നിങ്ങൾ പാർലമെന്റ് സമ്മേളന നടപടികൾ വീക്ഷിച്ചാൽ, ഇപ്പോഴത്തെ പാർലമെന്റ് സമ്മേളനം എന്നത് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നടന്നത് ലോക്സഭ മുഴുവനായി അംഗങ്ങൾ ലോക്സഭാ ഹാളിലല്ല ഇരുന്നത്. ലോക്സഭയുടെ ഹാൾ എന്നുള്ളത് സ്പീക്കർ ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുന്ന ബെഞ്ച് അതെല്ലാം പച്ചയായിരിക്കും. നിങ്ങൾ നോക്കിയാൽ നിലത്ത് വിരിച്ചിട്ടുണ്ടാവുക പച്ച പരവതാനിയായിരിക്കും, കുഷനുകളെല്ലാം പച്ചയായിരിക്കും. രാജ്യസഭയിൽ നമ്മൾ നോക്കിയാൽ രാജ്യസഭയിൽ നിലത്തുള്ള പരവതാനി അത് ചുവപ്പായിരിക്കും. സ്പീക്കർ ഇരിക്കുന്ന കസേര അതെല്ലാം ആ തടിയിൽ അത് ചുവപ്പ് കൊണ്ടായിരിക്കും മൂടിയിട്ടുണ്ടാവുക. കുഷനുകൾ ചുവപ്പായിരിക്കും. അതാണ് രാജ്യസഭയുടേത്. അതുകൊണ്ടാണ് സ്വാഭാവികമായി പലപ്പോഴും നമ്മൾ പാർലമെന്റ് അംഗങ്ങളുടെ ലെറ്റർ ഹെഡുകൾ നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ, ഞാൻ ലോക്സഭാ അംഗമായിരിക്കുന്ന വേളയിൽ എന്റെ ലെറ്റർ ഹെഡ് പച്ചയിലാണ് അച്ചടിക്കുക. അതേസമയം രാജ്യസഭാ അവരുടെ ലെറ്റർ ഹെഡ് നിങ്ങൾ പരിശോധിച്ചാൽ അത് ചുവപ്പിലായിരിക്കും അച്ചടിക്കുക. ഇതൊക്കെ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ തന്നെ അതിൽ നിന്നാണ് വരുന്നത്. അല്ലാതെ ഒരു പാർട്ടി അഫിലിയേഷന്റെ ഭാഗമായിട്ടല്ല ഈ പച്ചയും ചുവപ്പും അവരുടെ ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡിലോ പോലും വരിക. അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിയമം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം, ഒരു കൺവെൻഷൻ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ചോദ്യോത്തരവേളയും അതുപോലെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം എന്നത് ഒരാഴ്ച മുമ്പ് വെട്ടിച്ചുരുക്കേണ്ടതായിട്ട് വന്നു, ഈ കോവിഡ് മഹാമാരിയുടെ ഈ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ട്. മന്ത്രിമാർ, യൂണിയൻ മന്ത്രിമാരും അതുപോലെ പാർട്ടികളുടെ നേതാക്കന്മാരും സീനിയർ ആയിട്ടുള്ള എം പിമാരും ലോക്സഭയിൽ ഇരിക്കുമ്പോൾ മറ്റ് അംഗങ്ങളായിട്ടുള്ളവരെ രാജ്യസഭയുടെ ഹാളിലും അതുപോലെ തന്നെ ഇവിടെ ഈ സന്ദർശക ഗാലറിയിലുമാണ് ഇരുത്തിയത്. 6 പേർ ഇരിക്കേണ്ടതായ ഒരു ബെഞ്ചിൽ 2 പേരെ രണ്ടറ്റത്തായി ആ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണ് എത്തിയത്. എന്നിട്ട് പോലും എത്ര എം പിമാർക്ക് കോവിഡ് ബാധ ഉണ്ടായി എന്നുള്ളതും പാർലമെന്റിലെ ജീവനക്കാരായിട്ടുള്ള എത്ര ആളുകൾ ആ വിധത്തിൽ അവർക്ക് കോവിഡ് ഉണ്ടാവുകയോ ക്വാറന്റൈനിൽ പോകേണ്ടി വരികയോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ വാർത്തയിൽ കണ്ടതാണ്. കേന്ദ്ര മന്ത്രിമാരുൾപ്പെടെ, പറഞ്ഞത് യൂണിയൻ മന്ത്രിമാരുൾപ്പെടെ അത്തരത്തിൽ ഈ ചികിത്സയിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോഴും ചില മന്ത്രിമാർ അവര് കോവിഡ് ബാധിതരായി ചികിത്സയിലാണ്. രാജ്യസഭ സമ്മേളിച്ചതും ഇതുപോലെ രാജ്യസഭയുടെ ഹാളിൽ മാത്രമല്ല, അവിടെയുള്ള രാജ്യസഭയിലെ എം പിമാരെയും ഇതുപോലെ തിരിച്ചും ഇരുത്തിയിട്ടാണ്. അതുകൊണ്ട് എന്തായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ പാർലമെന്റ് സമ്മേളനം, മുമ്പ് നമ്മുടെ നാട്ടിൽ ചില സ്കൂളുകളിലും കോളേജുകളിലും ഓർമ്മയുണ്ടല്ലോ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പഠിപ്പിച്ചിരുന്ന കാലം, അതുപോലെ ഇന്ത്യയുടെ പാർലമെന്റ് ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടായതാണ്. ആദ്യം ഈ ചോദ്യോത്തരവേള പൂർണ്ണമായി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ചോദ്യോത്തരവേള പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പാർലമെന്റിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്നു എന്നതാണ്. പാർലമെന്റ് ചോദ്യങ്ങൾ ചോദിക്കാനും ആ വിവരങ്ങൾ ആരായാനും അത് ജനങ്ങളിലേക്ക് അറിയിക്കാനും ഒക്കെയുള്ള ഒരു വേദിയാണ്. ആ വേളയാണ് പാർലമെന്റ് സെഷൻ എന്നുള്ളത്. 6 മാസത്തിനപ്പുറമായി ഒരു പാർലമെന്റ് സമ്മേളനം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. നിയമസഭയെ സംബന്ധിച്ചും ഇപ്പോൾ നമ്മൾ ഭാഗം 5 യൂണിയനെ സംബന്ധിച്ചാണെങ്കിൽ ഭാഗം 6 സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അതുപോലെ ജുഡീഷ്യറിയും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും എല്ലാം അവിടെ ഇന്ത്യയുടെ ഭരണഘടന അത്തരം കാര്യങ്ങൾ അവിടെ എന്യൂമറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുക, ഉപചോദ്യങ്ങൾ ചോദിക്കുക, കൂടുതൽ വിവരങ്ങൾ അറിയുക, ഇത്തരം കാര്യങ്ങൾ അത് അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ്. അപ്പോൾ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി എക്സിക്യൂട്ടീവിൽ നിന്ന് ലഭ്യമാക്കുകയും വേണം. അത് അവരുടെ ചുമതലയുമാണ്. ഇത് പരസ്പര പൂരകമായിട്ടാണ് പോകേണ്ടത്. ഒരു കാരണവശാലും ഭരണകക്ഷിയും പ്രതിപക്ഷവും എന്നുള്ളത് ചിലരെങ്കിലും പറയാറുള്ളത് പോലെ ചെകുത്താനും ദൈവവും പോലെ എന്ന് പറയുന്നത് പോലെ, ഒരാൾ ദൈവമാണെങ്കിൽ മറ്റാൾ ചെകുത്താനാണ് എന്നുള്ളത് പോലെ, ഒരാൾ ഈശ്വരനാണെങ്കിൽ മറ്റാൾ സാത്താനാണെന്നുള്ളത് അങ്ങനെ അല്ല. അത് വേറൊരു അർത്ഥത്തിൽ നമ്മൾ ഒരു വിശാലമായ അർത്ഥത്തിൽ കണ്ടാൽ ഒരു അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പുരാണങ്ങളിൽ പറയുന്നത് പോലെ കണ്ടാൽ മതി. ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും, അവിടെ ഭരണകക്ഷിയുടെ അവിടെ ഒരു സ്ക്രൂട്ടിനി നടത്തുന്നത് വാസ്തവത്തിൽ പ്രതിപക്ഷം തന്നെയാണ്. ആ പാർലമെന്ററി കമ്മിറ്റികളുണ്ട്. പാർലമെന്ററി കമ്മിറ്റികളിൽ നിങ്ങൾ പാർലമെന്റിൽ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഡിബേറ്റുകളിലെല്ലാം വളരെ ചൂടേറിയ വാദപ്രതിവാദങ്ങളെല്ലാം നടക്കുന്നതായി പലപ്പോഴും കാണുമല്ലോ. ചില
ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രതിനിധികളായി വന്ന് പങ്കെടുക്കുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ വല്ലാത്തൊരു ചർച്ചയിലേക്ക് ഞാനതിൽ അത്തരം കാര്യങ്ങളിൽ ഒരു വല്ലാത്ത ഒരു ചൂടിലേക്ക് പോകാറില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവാം. എന്താണ് ഇവരിപ്പോ ഇപ്പൊ വീഴും എന്നുള്ള നിലയിലേക്ക്. വളരെ വ്യക്തിപരമായ അടുത്ത സൗഹൃദം ഉള്ളവർ തന്നെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ ചൂടും ബോളും എല്ലാം അവിടെ ഉണ്ടാവും. അത് നിയമസഭയിലും രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ആണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലാവുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ പാർലമെന്റ് കമ്മിറ്റികളിൽ അങ്ങനെയല്ല. ഈ പാർലമെന്റ് കമ്മിറ്റികൾ 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഇന്ത്യയുടെ പാർലമെന്റിനുള്ളത്. അതിൽ 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ സ്ഥിരം സമിതികൾ എന്ന് പറയാം 16 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ലോക്സഭാ അംഗങ്ങളും 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നത് രാജ്യസഭാ അംഗങ്ങളും 16+8 24. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കമ്മിറ്റി ഫോർ ദ വെൽഫെയർ ഓഫ് ദി എസ്സീസ് ആൻഡ് എസ്ടീസ്, കമ്മിറ്റി ഫോർ ദ വെൽഫെയർ ഓഫ് ദ വിമൻ ആൻഡ് ചിൽഡ്രൻ, കമ്മിറ്റി ഫോർ ദ വെൽഫെയർ ഓഫ് ദി OBCs, അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച്. മുമ്പ് ഹർഷദ് മേത്തയുടെ വിവാദം ഓഹരി കുംഭകോണവുമായി വന്നപ്പോൾ അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായി, പാർലമെന്റ് സ്തംഭിക്കുകയുണ്ടായി, പിന്നീട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. എത്രയോ നാളത്തെ പഠനത്തിന് ശേഷമാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് സെബി നിലവിലുള്ളത്. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഓഹരി കമ്പോളം എല്ലാം ചൂതാട്ട കേന്ദ്രങ്ങളായി തന്നെ പൂർണ്ണമായി മാറിപ്പോയാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക്. SEBI സെബി, ആ സെബി നിലവിൽ വന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ പലപ്പോഴും അത് വന്ന് ഇത്തരത്തിലുള്ള JPCകൾ വന്നിട്ടുണ്ട്. ഇതല്ല പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും തോറും 2 കൊല്ലമാണ് സാധാരണഗതിയിൽ ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാലാവധി. അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വിവിധ പാർട്ടികളിൽ നിന്ന് സ്പീക്കർ ലോക്സഭയിലാണ്. അപ്പുറത്ത് അവിടെ വരുമ്പോഴേക്കും എന്താണ് ചെയർമാനാണ്. ചെയർമാൻ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് അവിടെ ഡെപ്യൂട്ടി ചെയർമാൻ അവിടെ പ്രസൈഡ് ചെയ്യുന്നത് ഈ രാജ്യസഭയിൽ. അപ്പൊ 24 എവിഡൻസസ് ഫ്രം ദി വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പൊ ബാർ കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ സ്വാഭാവികം എന്താണ്, അഡ്വക്കേറ്റ്സുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ എന്താണ്, അഭിഭാഷക സംഘടനകളുമായിട്ട് അതുപോലെ തന്നെ അഭിഭാഷക സമൂഹവുമായി ബന്ധപ്പെട്ട മറ്റു പലരിൽ നിന്ന് അതിൽ താല്പര്യമുള്ള ഒരുപക്ഷെ ജൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളിൽ നിന്നും ഒക്കെ അത്തരത്തിൽ അവർക്ക് തെളിവുകൾ എടുക്കേണ്ടതായിട്ട് വരും. ഏതെങ്കിലും നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ട്രേഡ് യൂണിയനുകളുമായും അതുപോലെ തന്നെ തൊഴിൽ ഉടമകളുടെ സംഘടനകളുമായും ഒക്കെ തന്നെ അവർ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ തേടേണ്ടതായിട്ട് വരും. അവരുമായി ആശയവിനിമയം നടത്തണം, സംസാരിക്കണം. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അവർക്ക് ലഭ്യമാകുക. ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ ചർച്ചകൾ എന്നുള്ളത് ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സീക്രട്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ. അവിടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഔപചാരികമായി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെയും അത് കോൺഫിഡൻഷ്യൽ ആണ്. ആ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരാൻ കഴിയൂ. അല്ലാതെ അതിനകത്തുള്ള ഒരു അംഗവും അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് പുറത്ത് പറയാറില്ല. പറയുന്നത് ശരിയുമല്ല. ക്രിമിനൽ കുറ്റമൊന്നുമല്ല. ക്രിമിനൽ കുറ്റം ആയതുകൊണ്ടല്ല MP-മാർ അങ്ങനെ ചെയ്യാത്തത്. എല്ലാം ക്രിമിനൽ കുറ്റവും ക്രിമിനൽ കുറ്റത്തിന്റെ ആ അർത്ഥതലങ്ങളിലേക്കുമല്ല നമ്മൾ കൊണ്ടെത്തിക്കുന്നത് ശരിയൊന്നുമല്ല. അപ്പോൾ പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ആയിരിക്കില്ല ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ വരുന്നത്. ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന വേളയിലായിരിക്കും കൃത്യമായി വിവിധ പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ച് ചില വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ അതിൽ പല പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ഒന്ന് തന്നെ ആവുകയും ചെയ്യാം. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന MP-മാർ അവർക്ക് ദേ ഹാവ് ടു അപ്ലൈ ദെയർ മൈൻഡ് കട്ടിങ് അക്രോസ് ദ പൊളിറ്റിക്കൽ പാർട്ടി ലൈൻസ്. അതാണ് അവർ ചെയ്യാറുള്ളത്. അപ്പൊ എന്നോട് തന്നെ ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇപ്പൊ നേരത്തെ വിനായകൻ സൂചിപ്പിച്ചുവല്ലോ 3 തവണ പാർലമെന്റ് അംഗമായിരുന്നു. തുടർച്ചയായിട്ടല്ല. ഞാൻ ഈ ഗവൺമെന്റ് ലോ കോളേജിൽ എനിക്ക് സ്ഥിരമായ നിയമനം. ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചറായി തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ഞാൻ അവിടെ അധ്യാപകനായിരുന്നതാണ്. ഞാൻ എന്റെ LLM കഴിഞ്ഞതിന് ശേഷം എന്റെ വിദ്യാർത്ഥികളായിരുന്ന ചിലരെല്ലാം ജുഡീഷ്യറിയിലേക്ക് പോയിട്ടുണ്ട്. എന്റെ വിദ്യാർത്ഥികളായിട്ടുള്ള ചിലരൊക്കെ സർക്കാർ സർവീസിലുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഗസ്റ്റ് ലെക്ചർ ആയിരിക്കുന്ന കാലത്ത് അവിടെ വിദ്യാർത്ഥിയായിരുന്ന ഒരാളാണ്. ഇന്ന് കേരള ഹൗസിലെ ലോ ഓഫീസർ പോലും. അദ്ദേഹത്തിന് മുമ്പിരുന്ന ആളും തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥി തന്നെ ആയിരുന്ന ആളാണ്. അപ്പൊ ഞാന് 1996 11ാം ലോക്സഭയിലേക്കാണ് ആദ്യമായി മത്സരിച്ച് വിജയിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് എനിക്ക് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് പെർമനന്റ് ആയിട്ടുള്ള ലെക്ചറായിട്ട് അങ്ങനെ എനിക്ക് നിയമനം ലഭിച്ചത്. ഞാനത് ചേർന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്തരമൊരു സർക്കാർ ജോലിയിലേക്ക് ഞാൻ പോയില്ല, പൊതുരംഗത്ത് നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ ഹ്രസ്വമായ ഒരു കാലയളവായിരുന്നു അക്കാലത്ത്. ആദ്യം ശ്രീ ദേവഗൌഡ 10 മാസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നീട് 8 മാസക്കാലം ശ്രീ ഗുജറാൾ ആയിരുന്നു പ്രധാനമന്ത്രി. കാലാവധി പൂർത്തിയാക്കാതെ ആ ഗവൺമെന്റ് രാജിവെച്ച് ഒഴിയേണ്ടതായിട്ട് പോയി എന്നുള്ളത്. ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്നത് പാർലമെന്ററി ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്.
പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. നിങ്ങളുടെ അറിവിലേക്കുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ പാർലമെന്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ നിങ്ങളോട് ഇപ്പോൾ അത് തുറന്നു പറയുന്നു എന്നേ. പാർലമെന്റ് അംഗങ്ങളായിരുന്ന ഞങ്ങൾക്ക് ഡിഫൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാം ഇന്ത്യ ഒരു ന്യൂക്ലിയർ സബ്മറൈൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഞാൻ പറയുന്ന വർഷം ഓർമ്മയുണ്ടല്ലോ, 1996-97. പക്ഷെ ഒരു പാർട്ടിയിൽപ്പെട്ട പാർലമെന്റ് അംഗം, അന്നത്തെ ഭരണകക്ഷിയിലോ പ്രതിപക്ഷത്തോ ഉള്ള ആരും, എല്ലാ പാർട്ടിയിലുള്ളവരും അതിനകത്തുണ്ടാവുമല്ലോ. ഒരു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ 28 അല്ലെങ്കിൽ 32 അംഗങ്ങൾ വരെയൊക്കെ വരാം. അത് ഞങ്ങൾ ഒരിക്കലും ഇക്കാര്യത്തെ സംബന്ധിച്ച്, അന്ന് DRDOയുടെ ചെയർമാൻ എന്നുള്ളത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിരോധ ഉപദേഷ്ടാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് സംസാരിക്കുകയും ഒരുമിച്ച് ഞങ്ങളിരുന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ ഒരിക്കലും ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അങ്ങോട്ട് വിഷമകരമായ ഒരു ചോദ്യം ചോദിക്കുകയോ അത്തരത്തിൽ ഒരു കാര്യം ഡിസ്ക്രീറ്റായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് അറിയാനോ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാനോ, അവിടെ ആ കമ്മിറ്റികളിൽ ഞങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള ചർച്ചകളിൽ ഉന്നതരായ സൈനികോദ്യോഗസ്ഥർ ഞങ്ങൾക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള തെളിവുകൾ ഞങ്ങൾ ആ മൊഴികൾ ചോർത്തി പുറത്തു കൊടുക്കാനോ ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പൊ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനം അത്തരത്തിൽ തന്നെ അവര് അത് നിർവഹിച്ചുകൊണ്ടാണ് അവരുടെ റിപ്പോർട്ട് ആ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് പാർലമെന്റിൽ ചർച്ചകൾ നടക്കാം. ഞങ്ങളൊക്കെ പലപ്പോഴും ആവശ്യപ്പെടാറുള്ള ഒരു കാര്യം, ഏത് നിയമനിർമ്മാണവും ഏത് ബില്ലും ആ ബില്ല് ഒന്നുകിൽ ആ ബില്ല് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് നിങ്ങൾക്ക് അറിയുമല്ലോ. ആ 3 റീഡിംഗ്, മൂന്നാമത്തെ റീഡിംഗിൽ കൂടിയാണ് പിന്നീട് ഇത് പാസ്സാക്കപ്പെടുന്നത്. അത് ചിലപ്പോൾ വെറും ശബ്ദ വോട്ടോട് കൂടിയാവാം, ചിലപ്പോൾ ഡിവിഷൻ ചോദിച്ചിട്ട് ആ വോട്ടെടുപ്പ് അങ്ങനെ തന്നെ ഈ ഐസ്, നോസ്, അബ്സ്റ്റെയിൻ അങ്ങനെ ഇതാണ് AYES ഐസ്. അപ്പൊ ഞങ്ങൾ ഈ അവിടെ ഉള്ള കാര്യം നിങ്ങളോട് ഇപ്പോ പറയുകയാണ്. ഈ മുന്നിലിരുന്ന് പുറകോട്ട് ഞങ്ങളുടേതായിട്ടുള്ള ഒരേ അങ്ങനെയാണല്ലോ, ഭരണകക്ഷി അപ്പുറത്തായിരിക്കും, പ്രതിപക്ഷം ഇപ്പുറത്തായിരിക്കും, ടുവേർഡ്സ് ദ ലെഫ്റ്റ്. നിങ്ങൾ ലെഫ്റ്റ് എന്ന സ്പീക്കറുടെ ഇടതുഭാഗത്തായിരിക്കും പ്രതിപക്ഷം എല്ലാം വരിക, സ്പീക്കറുടെ വലതുഭാഗത്തായിരിക്കും ഭരണകക്ഷി എല്ലാം വരിക. ഈ രണ്ടിലും പെടാതെയും വഞ്ചി വള്ളത്തിലും വള്ളം വഞ്ചിയിലും കയറുമെന്ന് പറയുന്നത് പോലെ അത്തരത്തിലുള്ള കൂട്ടർ ചിലപ്പോൾ ഇതിന്റെ നടുക്കായിരിക്കും അവരെ ഇരുത്തുക. അപ്പോ പെട്ടെന്ന് പുറകിലായിട്ട് ഏതെങ്കിലും ഒരു വോട്ടിംഗ് വന്നാൽ വോട്ടിങ്ങിൽ പെട്ടെന്ന് ഞങ്ങൾ പലരും പുറകോട്ടേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് പുറകോട്ട് തരുന്ന ഐസ് എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ആയിരിക്കും പറയുക. ഈ കോവിഡ് കാലത്ത് കണ്ണിൽ തൊടുന്നത് ശരിയല്ലല്ലോ. അപ്പോ ഐസ് ഐസ് ഐസ്, നോസ് 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 എന്നുള്ളത്. ഐസ് എന്നുള്ളത് പച്ച ബട്ടൺ ഞെക്കുക എന്നുള്ളതാണ്. നോസ് എന്നുള്ളത് ചുവന്ന ബട്ടൺ ഞെക്കുക എന്നുള്ളതാണ്. അബ്സ്റ്റൈൻ ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നില്ല, അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ ന്യൂട്രൽ ആണ്, മഞ്ഞ ബട്ടൺ നമുക്ക് അവിടെ ഞെക്കാമെന്നുള്ളതാണ്. അപ്പൊ ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് തന്നെയാണ് ഞെക്കുക. രണ്ട് കയ്യിൽ 2 വിരലുകൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു കയ്യിൽ 2 വിരലിന്റെ അകലത്തിലല്ല ഇതിരിക്കുന്നത്. ആ പണിയൊന്നും നടക്കില്ല. അപ്പൊ ഈ നമ്മൾ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിനോ ബില്ലുകൾ അവതരിപ്പിച്ചാൽ ഞങ്ങൾ സ്ഥിരമായി ആവശ്യപ്പെടാറുണ്ടായിരുന്നവർ, അതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് യശസ്വരീനായ ശ്രീ വർക്കല രാധാകൃഷ്ണനെയാണ്. അദ്ദേഹം വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഏത് ബില്ലും ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക്, ദ സ്ക്രൂട്ടണി ഓഫ് ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിൽ നിങ്ങൾ നിർബന്ധമായി വിടണം എന്ന്. അല്ലാതെ ഈ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് അവതരിപ്പിക്കുക, ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം സഭയിൽ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് ഏത് ഗവൺമെന്റിനും അത്തരത്തിൽ ഏത് ബില്ലും പാസ്സാക്കി കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മഹാരാജ്യത്തിന്റെ വരും കാലത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്നതായിരിക്കും പല ബില്ലുകളും. നമ്മൾ കാലത്തിനനുസരിച്ച് ഇക്കാര്യങ്ങളിൽ പല നിയമനിർമ്മാണവും നമ്മൾ നടത്തുമ്പോൾ വരും കാലത്തെ കൂടി കണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണവും അക്കാലങ്ങളിൽ ഉണ്ടാകാനിടയുള്ളത്. ഇപ്പോ ഏതെങ്കിലും വിധത്തിൽ എക്സിക്യൂട്ടീവിൻ്റെതായിട്ടുള്ള ഒരു അതിര് കവിഞ്ഞതായിട്ടുള്ള കൈകടത്തൽ ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 പ്രഖ്യാപിക്കപ്പെടുന്ന കാലത്ത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസ് നിങ്ങൾ പലരും പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ, പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണല്ലോ അവര്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. ആ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എക്സിക്യൂട്ടീവ് അങ്ങനെ ഈ ജനങ്ങളുടെ, പൗരന്മാരുടെ ആരെയും അവകാശങ്ങളെ കവർന്നെടുക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഈ ഏതാണ്ട് ആ അർത്ഥത്തിലാണല്ലോ അന്നത്തെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിധിന്യായം തന്നെ വന്നത്. അതേ ദിവസം തന്നെ സംഭവിച്ചത് കേരളത്തിൽ പോലും ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ. RECയിലെ രാജൻ അന്നാണല്ലോ അപ്രത്യക്ഷമായതടക്കം. അത് മാത്രമല്ല ഉണ്ടായത്, നമ്മൾ അഭിഭാഷക സമൂഹം പല കാര്യങ്ങളിലും വലിയ അഭിമാനകരമായി പറയുമ്പോഴും സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷന്റെ ഓഫീസ്, അവിടുത്തെ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ SHO
ഇപ്പോ നമ്മൾ SHO എന്നൊക്കെ പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. അന്ന് വെറും സബ് ഇൻസ്പെക്ടർ റാങ്കിലാണ്. വെറും ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു SHO ഈ സുപ്രീം കോടതി വളപ്പിനകത്ത് ബാർ അസോസിയേഷന്റെ ഓഫീസ് പൂട്ടി സീൽ ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ട് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന കാലം വരെയും സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകൻ, നൺ ഓഫ് അവർ ലേണഡ് സീനിയേഴ്സ്, അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല ഇത് ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, അത്തരത്തിൽ കയറൂരി വിടുന്ന നിലയിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് ഞാൻ ഈ തുടക്കത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ച മാഗ്ന കാർട്ടയുടെ പ്രസക്തി വരും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനെന്ത് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇത് ചരിത്രം എന്നത് ഇങ്ങനെ ഈ എപ്പോഴും അനർഗള നിർഗളമായി ഒഴുകി വന്നതാണ് ഇതെല്ലാം എന്ന് നമ്മൾ ധരിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഇതില് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ജനാധിപത്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം എന്നത്, ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ചതായ, അല്ലെങ്കിൽ ഇന്ത്യക്ക് മുന്നും സ്വാതന്ത്ര്യം ആ വിധത്തിൽ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം, എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ നീതിയും സാമ്പത്തികമായ നീതിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതെല്ലാം ഇപ്പോഴും ചർച്ചാ വിഷയമാണ് തലമുറകൾ കഴിഞ്ഞിട്ടെങ്കിൽ പോലും. ഇന്ത്യയിൽ ഈ പ്രായപൂർത്തി വോട്ടവകാശവും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്കും ഭരണം എന്നത് ഒരു സ്വേച്ഛാധിപത്യ സൈനിക ഭരണകൂടത്തിന്റെ കൈകളിലേക്കും ഒക്കെ എത്താതെ നമുക്ക് നിലനിന്ന് പോകാൻ കഴിഞ്ഞതിൽ ഇന്ത്യയുടെ ഭരണഘടന വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത കോടിക്കണക്കിന് ജനതയടക്കം ഇതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് നമ്മൾ അറിയണം. ഇടയ്ക്കുണ്ടായിട്ടുള്ള ചില ഏതെങ്കിലും അപഭ്രംശങ്ങൾ, ആഭ്യന്തര അടിയന്തരാവസ്ഥ കൂടിയോ അത്തരത്തിലുള്ള അബറേഷൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതൊന്നും റൂളല്ല. പക്ഷെ മറ്റു പല രാഷ്ട്രങ്ങളിലും അതായിരുന്നില്ല സ്ഥിതി എന്നതുകൂടി നമ്മുടെ ഭരണഘടനയുടെ അതിന്റെ ബലം, അതിന്റെ വില, അതിന്റെ മൂല്യം എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊക്കെ നമ്മളായി ജീവിക്കുന്നതിന് നമുക്ക് കെൽപ്പ് നൽകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ ഭരണഘടന നിലവിലില്ല എങ്കിൽ പിന്നെ നമ്മൾ ആരും നമ്മളല്ല എന്നുള്ളതാണ്. നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനും നമുക്ക് ആശയ സംവേദനം നടത്താനും നമുക്ക് അത്തരത്തിൽ പല കാര്യങ്ങളും പരസ്പരം അറിയാനും അറിയിക്കാനും ഒക്കെ കഴിയുന്ന നിലയിലേക്ക് എത്തുന്നത്. അപ്പൊ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചോദ്യോത്തരവേളയെ കുറിച്ച് നേരത്തെ ഇക്കാര്യത്തിൽ പറഞ്ഞു. ഇവിടെ സീറോ ഓവറിനെ കുറിച്ച് വിനായകൻ നേരത്തെ എന്നോട് പറഞ്ഞു. അക്കാര്യത്തെ സംബന്ധിച്ചുകൂടി ഞാൻ പറയേണ്ടതായിട്ട്, ഈ സീറോ ഓവർ എന്നുള്ളത്, ശൂന്യവേള എന്നുള്ളത്, ഇറ്റ്സ് ആൻ ഇൻവെൻഷൻ ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ് ആണ്. അത് മറ്റെവിടെ നിന്നെങ്കിലും നമ്മുടെ കടമെടുത്തതൊന്നുമല്ല. ഈ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതിൽ അതിൽ ശരിയാണ്. ദ ബിൽ ഓഫ് റൈറ്റ്സ്, US കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ ഉള്ള ആ ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ളത് നമ്മൾ വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഒരു മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച്, അതുപോലെ പൗരന് മാത്രമല്ല ചില അവകാശങ്ങളുള്ളത്, ഓർമ്മയുണ്ടല്ലോ. നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ്, അല്ലേ? ആർട്ടിക്കിൾ 21 പറയുന്നത് നോ പേഴ്സൺ ആണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നല്ല. ഇന്ത്യൻ സിറ്റിസണ് ചില മൗലിക അവകാശങ്ങൾ, അത്തരത്തിലുള്ള ചില പൗരാവകാശങ്ങൾ എന്നുള്ളത്. പക്ഷെ ഏതൊരാൾക്കും നോ പേഴ്സൺ എന്നുള്ളത്, ആ നോ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരനല്ല, ഇനി മറ്റേതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് ഒരു അലീൻ ആയിക്കോട്ടെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ആൻ അലീൻ എന്ന് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. അപ്പോ മനുഷ്യൻ പോലും അല്ല എങ്കിലും അന്യഗ്രഹ ജീവിയാണെങ്കിൽ പോലും നോ പേഴ്സൺ, ആ പേഴ്സൺ നമ്മൾ പറഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് അങ്ങനെ വന്നാൽ. അപ്പോ ഇവിടെ ഈ ശൂന്യവേള എന്നുള്ളത്, പാർലമെന്റ് സമ്മേളനം സാധാരണഗതിയിൽ രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുക. അതിൽ മാറ്റങ്ങൾ വന്നത് ഇപ്പൊ ഈ കോവിഡ് കാലത്ത് തുടങ്ങി എന്നുള്ളതിൽ രാവിലെ 9 മണി മുതൽ തുടങ്ങി 1 മണി വരെ ഒരു കൂട്ടരും, പിന്നെ 3 മണിക്ക് തുടങ്ങി അടുത്ത കൂട്ടരും, ഞാൻ പറഞ്ഞ ഷിഫ്റ്റ് സമ്പ്രദായം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായി വന്നു എന്നുള്ളത് മാത്രമാണല്ലോ. അപ്പോൾ 11 മണിക്ക് ചോദ്യോത്തരവേള ആരംഭിക്കും. 12 മണി വരെയാണ് ചോദ്യോത്തരവേള. അപ്പുറത്ത് രാജ്യസഭയും ഇപ്പുറത്ത് ലോക്സഭയും ഒരേ സമയത്ത് തന്നെ നടക്കും. 12 മണിക്ക് ചോദ്യോത്തരവേള സമാപിച്ചാൽ, അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആയി കൊടുക്കുന്ന ചോദ്യങ്ങളിലെല്ലാം തന്നെ ഇത് ഓരോ ദിവസവും ഒരു 200-300 MP-മാര് ഇപ്പുറത്ത് ലോക്സഭയിലും അപ്പുറത്തും ഏതാണ്ട് ഒരു 200ഓളം MP-മാര് രാജ്യസഭയിലും എല്ലാം അവർക്ക് കൊടുക്കുന്ന ചോദ്യങ്ങൾ ബാലറ്റ് ചെയ്തിട്ട്, ആ ബാലറ്റ് ചെയ്തതിൽ നിന്ന് 20 ചോദ്യങ്ങൾ മാത്രമാണ് ഒരു ചെറിയ ഒരു പാംഫ്ലെറ്റ് പോലെ ഉള്ളതിനകത്ത് ചോദ്യങ്ങൾ എന്നേ ദിവസത്തേക്ക് എടുക്കുന്നത്. ഈ ഉത്തരം മന്ത്രി പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് കയ്യിൽ ഇതിന്റെ ഈ പകർപ്പ് കിട്ടുക. ആ ഭാഗ്യശാലികളിൽ 20 പേരെന്നുള്ളതിൽ തന്നെ ചോദ്യോത്തരവേളയിൽ ഒരു ദിവസം പരമാവധി വന്നാൽ എന്താണ്, 7, 8, 10, അപൂർവമായി 12, ചിലപ്പോൾ 20 പോയിട്ടുണ്ട്. അത് സംഭവിക്കാം. പക്ഷെ ഇത്രയൊക്കെയാണ് സഭയിൽ മറുപടി കിട്ടുക എന്നുള്ളത്. സഭയിൽ മറുപടി കിട്ടുകയാണെങ്കിൽ സഭയിലെ അംഗം ആ ചോദ്യം ചോദിച്ച അംഗത്തിന് അത് ലോട്ടറി അടിച്ചതുപോലെയാണ് ഞങ്ങളൊക്കെ കരുതുക. 2 ഉപചോദ്യങ്ങൾ കൂടി ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെതായ ഒരു കവറേജ് എല്ലാം വരും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇത് സംബന്ധിച്ച് പാർലമെന്റ് നടപടിക്രമങ്ങൾ എത്ര കണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ജനങ്ങൾ എത്ര കണ്ടാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക. അക്കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഈ 12 മണിയായാൽ ദി പേർപ്പസ് ടു ബി ലെയ്ഡ് ഓൺ ദ ടേബിൾ എന്നുള്ളത്, അതിൽ മന്ത്രിമാർ
അവരുടെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ മന്ത്രിമാരെന്നുള്ളത് വാസ്തവത്തിൽ ആ മന്ത്രി തന്നെ ആകണമെന്നില്ല. ആ വകുപ്പ് മന്ത്രിക്ക് പകരം അദ്ദേഹം ചുമതലപ്പെടുത്തിയ മറ്റൊരു മന്ത്രിയാകാം. അത് യൂണിയൻ മന്ത്രി തന്നെ ആവണമെന്നില്ല, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആവാം. ഇനി അതല്ല, എനി മെമ്പർക്ക് ഈ ബന്ധപ്പെട്ട മന്ത്രി ചുമതലപ്പെടുത്തിയ മറ്റൊരു മെമ്പർക്ക് പോലും അവിടെ വയ്ക്കാം. അപ്പോൾ സ്പീക്കറോട് സ്പീക്കർ പേര് വിളിക്കുന്നു, പിന്നെ മന്ത്രിയുടെ ഓണറബിൾ സ്പീക്കർ സർ, അല്ലെങ്കിൽ സർ, ഐ ബെഗ് യുവർ പെർമിഷൻ ടു ലേ ദി 64th റിപ്പോർട്ട് ഓഫ് ദി, അല്ലെങ്കിൽ റിപ്പോർട്ടാണെങ്കിൽ അല്ല ബില്ലാണെങ്കിൽ ആ ബില്ലിന്റെ ഓർഡിനൻസിന്റെ കോപ്പി, ഓർഡിനൻസിന് നിയമപ്രാബല്യം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ കോപ്പി എന്നുള്ള നിലയിലേക്ക് അവിടെ പറയും. ഇത് ഈ മന്ത്രിമാരെല്ലാം പറയേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ട് വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ മറ്റു ചിലപ്പോൾ ആനുവൽ റിപ്പോർട്ടുകൾ പലതിന്റെ ഇവിടെ ഒരു വരി മാത്രമാണ് പറയുക, അതെല്ലാം സഭയുടെ മേശപ്പുറത്ത് വെച്ചു എന്നുള്ളതാണ്. പിന്നെ ഇത് ഈ പറയുന്ന പബ്ലിക്കേഷൻ കൗണ്ടറിൽ നിന്ന് MP മാർ അതെല്ലാം അവിടെ നിന്ന് കൈപ്പറ്റി കൂടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇത് ഒരു 15-20 മിനിറ്റ് കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള 1 മണിക്കൂർ നേരം ലഞ്ച് അവറിന് പിരിയുന്നതിന് മുമ്പുള്ളത് ഈ 0 അവറാണ്, ശൂന്യവേളയാണ്. ശൂന്യവേളയിലും എന്താന്ന് വെച്ചാൽ MP മാര് അവരുടെ ഈ മാറ്റേഴ്സ് ഓഫ് അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്നതാണ്. ഇപ്പോ എന്തായാലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇപ്പോ വന്നിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചാൽ, തലേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ഇതിന്റെ നോട്ടീസ് കൊടുത്തിരിക്കണം, അത് ബാലറ്റ് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം രാവിലെ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മുമ്പ് രാവിലെ 9 മണി, ഞാനും പാർലമെന്റ് അംഗമായിരിക്കുന്ന വേളയിലെല്ലാം ഉള്ളൊരു കാര്യത്തിന്റെ ഇത് അതിന് ഈ അവസാനത്തെ നാളുകൾക്ക് മുമ്പുള്ളത് രാവിലെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ മിനിറ്റുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വിവിധ MP മാരുടെ മണ്ഡലങ്ങളിലും അവരുടെ സംസ്ഥാനങ്ങളിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എല്ലാം ഈ ചിമ്മുന്ന വേഗതയിലാണ് പലതും വരുന്നത്. സോ ദി മാറ്റേഴ്സ് ഓഫ് അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങളുടെ എന്ന് പറയുന്നത് രാവിലെ 8:30-നും 9 മണിക്കും ഇടയ്ക്ക്, 8:30-ന് മുമ്പ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, 9 മണിക്ക് ശേഷം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഈ അരമണിക്കൂറിനിടയിൽ, മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ എഴുതി അത് പാർലമെന്റിൽ കൊണ്ടുപോയി അവിടുത്തെ ബോക്സിൽ നിക്ഷേപിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ PA മാർ നിക്ഷേപിക്കണമായിരുന്നു. പിന്നീട് അത് നമുക്ക് ഓൺലൈനിൽ ഇതിനുള്ള ഒരു സംവിധാനത്തിന്റെ ഇത് കൂടി വന്നു. അതിലെന്തെങ്കിലും ബ്ലോക്കായി പോയാൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. ആ അരമണിക്കൂറിനിടയിൽ നമ്മൾ ഇത് കൊടുക്കണം. അത് അവിടെ ബാലറ്റ് ചെയ്യും. ബാലറ്റ് ചെയ്താൽ അവിടെ ഇത് എടുക്കുന്നത് പരമാവധി 20 MP മാരെയാണ് ഇത്തരത്തിൽ അവിടെ അനുവദിക്കുക. ഇപ്പൊ ഈ സംവിധാനം മാറ്റിയിട്ട് എല്ലാ ദിവസവും തലേന്ന് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ മാറ്റർ ഓഫ് അർജന്റ് പബ്ലിക് ഇമ്പോർട്ടൻസ്, ഞാൻ എന്റെ ഒരു വിയോജിപ്പ് പറഞ്ഞതാണ് പാർലമെന്റ് അംഗമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ. ഇന്ന് വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും ഇടയിൽ മാത്രമായാണ് കൊടുക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം നാളെ സഭ സമ്മേളിക്കുന്ന 11 മണിക്ക് മുമ്പ് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാവാം. എനിക്ക് ഐ ആം ലൂസിങ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതാണ് ഒരു വിഷയം. മറ്റൊന്ന് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിലെന്ന് പറഞ്ഞാൽ അവിടെ നറുക്കെടുക്കുകയാണ്. നറുക്കെടുക്കുമ്പോൾ 20 പേരെയാണ് അവിടെ ബാലറ്റ് ചെയ്തതിന്റെ ലിസ്റ്റിൽ ഇടുക. അങ്ങനെ ബാലറ്റ് ചെയ്ത ലിസ്റ്റ് ഇടുമ്പോൾ രാവിലെ തന്നെ അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും. അത് കാണുമ്പോഴാണ് ഈ നറുക്കിൽ വീണു ആദ്യത്തെ 1, 2, 3, 4, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സന്തോഷമാണ്. ആ 1 മണിക്കൂറിനിടയിലാണ്, 1 മണിക്കൂറിനിടയിൽ 20 പേരെ എന്ന് പറഞ്ഞാൽ ഒരു അംഗത്തിന് പരമാവധി കിട്ടുക 3 മിനിറ്റാണ്, ചിലപ്പോൾ 1 മിനിറ്റാണ് കിട്ടുക. പക്ഷെ ഇക്കാര്യത്തിൽ തന്നെ സ്പീക്കർമാരുടേതായ ഒരു വിവേചനമുണ്ട്. സഭാധ്യക്ഷന്റെ വിവേചനം ഉപയോഗിച്ച് ചിലപ്പോഴെങ്കിലും പാർലമെന്റിൽ, എന്റെ തന്നെ അനുഭവം ഞാൻ പറയാം, ഈ ബാലറ്റ് ചെയ്യപ്പെട്ട് 6ാമത് വന്ന ഞാൻ ക്യൂവിൽ തന്നെ ഇരിക്കുകയും ബാലറ്റ് ചെയ്യപ്പെട്ട് 12ാമത് വന്നയാളിനെ രാവിലെ ഇത് അവതരിപ്പിക്കാനായി ക്ഷണിക്കുകയും അവിടെ 2-3 മിനിറ്റ് കൊണ്ട് പറയേണ്ടുന്ന ഇയാൾ 16 മിനിറ്റ് എടുത്ത് പ്രസംഗം തന്നെ നടത്തുകയും പിന്നെ സഭയിൽ ആകെ കൂട്ടം ബഹളമെല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി all other matters will be taken at the end of the day എന്ന് പറയുമ്പോൾ സഭ തീരുന്ന 6 മണിക്ക് പിന്നീട് എടുക്കാമെന്ന് പറയുമ്പോൾ 6 മണി വരെ ഈ ചൂണ്ടയിട്ട് മീനിനെ കാത്തിരിക്കുന്നവർ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും, അപ്പോഴിരിക്കുന്ന സഭയിലെ നാഥനായിട്ടുള്ള അധ്യക്ഷനായിരിക്കുന്ന ആള്, സ്പീക്കർ ആവാമെന്നില്ല, ഡെപ്യൂട്ടി സ്പീക്കർ ആവാമെന്നില്ല, സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും MP ആവാം, സഭ 6 മണിക്ക് മറ്റൗദ്യോഗിക നടപടികളെല്ലാം പൂർത്തിയാക്കി പിരിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്തതെല്ലാം വൃഥാവിലാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് ഹോംവർക്കുകളും ഒരുപാട് എക്സർസൈസുകളും ഇതൊക്കെ ഈ പാർലമെന്ററി പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്തു വരുമ്പോൾ അവിടെ ഈ അംഗങ്ങളുടെ അവകാശങ്ങളിൽ ഈ 0 ഓവറിനെ കുറിച്ച് ഞാനിത് പറഞ്ഞു. 0 ഓവറിൽ അവിടെ ഉന്നയിക്കുന്നത് വാസ്തവത്തിൽ അതിന് ഒരു മന്ത്രിയും ഉടനെ മറുപടി പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ പലപ്പോഴും പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ മന്ത്രിമാര് അപ്പോൾ തന്നെ ഇടപെട്ട് അതില് അവരുടേതായ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ അനുഭവം ഉള്ളത് ഞാൻ പറയാം. കേരളത്തിൽ പ്രളയം ഉണ്ടായല്ലോ.
കേരളത്തിൽ അത്തരത്തിലൊരു പ്രളയം ഉണ്ടായ ആ ഒരു സമയത്ത് ഞാൻ ഈ 16ാം ലോക്സഭയിൽ കഴിഞ്ഞ ലോക്സഭയിൽ അംഗമായിരിക്കുന്ന വേളയിൽ ഇക്കാര്യത്തിൽ നോട്ടീസ് കൊടുത്തു. ഭാഗ്യവശാൽ അത് 0 ഓവറിൽ അത്തരത്തിൽ എനിക്ക് ഉന്നയിക്കാനായിട്ടുള്ള അവസരം കിട്ടി. ഞാനത് ഉന്നയിക്കുമ്പോൾ തന്നെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ ഇക്കാര്യത്തിൽ അന്ന് കേരളത്തിൽ നിന്നുള്ള LDFന്റെ UDFന്റെ എംപിമാർ എല്ലാവരും അതിനോടൊപ്പം കൂടിച്ചേർന്നു. സ്വാഭാവികമായി അത്തരം ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ യൂണിയൻ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം അവിടെ മറുപടി നൽകി. കേരളത്തിലേക്ക് അടിയന്തരമായി ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ഉന്നതതല സംഘത്തെ അയക്കുന്നു എന്നല്ല, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ മറുപടി അങ്ങനെ ഉണ്ട്. അത് വരാതിരിക്കാം ഇക്കാര്യത്തെ സംബന്ധിച്ച്. ഇനി ഇത് മാത്രമല്ല, പിന്നെ ഇവിടെ പറഞ്ഞ ഈ 0 ഓവർ അല്ലാതെ ഈ റൂൾ 377 എന്ന് പറയുന്ന ഞങ്ങളുടെ ലോക്സഭയിലാണെങ്കിൽ ചട്ടം 377 അനുസരിച്ച് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ട് ബലം ചെയ്യും. അതൊരു ലോക്സഭാ സമ്മേളനത്തിന് മുമ്പ്, രാജ്യസഭാ സമ്മേളനത്തിന് മുമ്പ്. അവിടുത്തെ ചട്ടത്തിൽ ആ 377 ആയിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടും ഏതാണ്ട് ഒരുപോലെ ആയിരിക്കുമെങ്കിലും ഞാൻ പറയുന്ന റൂൾ 377 ഞങ്ങൾക്കാണ്. ഈ ലോക്സഭയിലെ ആളുകളാണ് സാധാരണ. അപ്പൊ ഞങ്ങളിതിൽ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാല് ഈ എല്ലാ വെള്ളിയാഴ്ചയും ഈ റൂൾ 377-ൻ്റെതായിട്ടുള്ള നറുക്കെടുപ്പ് രാവിലെ നടക്കും. അപ്പോൾ രാവിലെ ഇത് 9 മണിക്ക് മുമ്പ്, വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മുമ്പ് ഇത് പാർലമെന്ററി നോട്ടീസ് ഓഫീസിൽ അതിന്റെ ഒരു ജിസ്റ്റാണ് വിഷയം എന്ത് എന്നുള്ളതിൻ്റെത്. ഇത്ര 200 വാക്കുകൾക്കപ്പുറം അത് കവിയാൻ പാടില്ല. 150 വാക്കുകൾക്കപ്പുറം ഇത് കവിയാൻ പാടില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഇതുപോലെ തന്നെ എഴുതിയ അവിടെ അത് ബാലറ്റ് ചെയ്യപ്പെട്ടു വരുമ്പോൾ ഈ പാർട്ടിയിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്തു വരിക. അങ്ങനെ ലഭിച്ചാൽ അതൊരു ഗുണമുള്ളത് എന്താന്ന് വെച്ചാൽ, ഇത് പാർലമെന്റിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ അപ്പുറത്ത് രാജ്യസഭയിലും ഇതുപോലെ തന്നെ ഉണ്ട്. അതിന് ബന്ധപ്പെട്ട മന്ത്രി അടുത്ത പാർലമെന്റ് സെഷന് മുമ്പ് രേഖാമൂലം മറുപടി നൽകും. അതിൽ ചില ഗുണങ്ങളുണ്ട്. നമുക്ക് ചില പ്രോജക്റ്റുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ, അനുവദിക്കാൻ സാധ്യത ഉണ്ടോ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നിലപാട് എന്താണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതല്ലാതെ തന്നെ MPമാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്പെഷ്യൽ മനുഷ്യനായ തരത്തിൽ ഉപയോഗിക്കാനായിട്ട് അത് വെള്ളിയാഴ്ചകളിലാണ് അതിനുള്ള ഒരു അവസരം ലഭിക്കാറുള്ളത്. സ്പെഷ്യൽ മനുഷ്യനായ തരത്തിൽ അവിടെ എന്തെങ്കിലും ഉന്നയിക്കാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ. അതുപോലെ ബില്ലുകൾ വരുമ്പോൾ തന്നെ ബില്ലുകളുടെ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ നമുക്ക് വിയോജിപ്പുകൾ പലതും കൊടുക്കാനായിട്ട് കഴിയും. സെക്കൻഡ് റീഡിംഗ് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ് നടക്കുക. ആ ഡിസ്കഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗത്തിനും വേണമെങ്കിൽ അവിടെ പങ്കെടുക്കാം. പങ്കെടുത്തുകൂടാ എന്നൊന്നും ചട്ടമില്ല. അപ്പോൾ അത് അത്തരത്തിൽ ആ ചർച്ചകളിൽ പങ്കെടുക്കാം. പാർട്ടിയാണ് തീരുമാനിക്കുക. ടൈം അലോട്ടഡ് എന്താണോ ആ ടൈം അലോട്ടഡിനകത്ത് നിന്നുകൊണ്ട് വേണം ചർച്ച നടത്താൻ. നിങ്ങൾക്കെല്ലാം അറിവുള്ളത് പോലെ തന്നെ സ്വാഭാവികമായി ആ സമയം പലരും വർത്തമാനം അത് കടന്നു പോകും. ചിലപ്പോഴൊക്കെ വലിയ കൗതുകവും അത്ഭുതവും തോന്നിയിട്ടുണ്ട്. എത്രമാത്രം വിവരങ്ങളാണ്, എത്രമാത്രം ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ ചില MPമാര് ഇവർ ശേഖരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ ബന്ധപ്പെട്ട മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ല്, ആ ബില്ലിന്റെ ഇതിന്റെ ക്രോഡീകരിച്ചിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളതെല്ലാം ഉദ്യോഗസ്ഥരായിരിക്കും. അല്ലാതെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഇതെല്ലാം ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. അവർ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളല്ലാതെ സ്വാഭാവികമായി ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ, എക്സിക്യൂട്ടീവിന് ഇതെല്ലാം ഗവേഷണം നടത്താനും പഠിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു സാധാരണ പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള പരിമിതികൾ പലതുണ്ട്. സ്റ്റാഫിന്റെ എണ്ണത്തിലൊക്കെ ഉള്ള പരിമിതി, അവർക്ക് ഇക്കാര്യത്തിൽ കിട്ടാവുന്ന വിവരങ്ങളുടേത് ഒക്കെ. പക്ഷെ എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണ് അവർ ആ വിധത്തിൽ ഗ്യാദർ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. അത് വലിയ പണ്ഡിതരാണെന്നൊന്നും നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ലാത്ത ഒരു വലിയ വിദ്യാഭ്യാസമൊന്നും നമ്മൾ അത്തരത്തിൽ, പക്ഷെ അത്ഭുതം നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കേരള നിയമസഭയിൽ ഒരു ഗുണമുണ്ട്. കേരള നിയമസഭയിലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, സർക്കാർ ഭാഗത്തു നിന്ന് അവതരിപ്പിക്കുന്നതായിട്ടുള്ള ബില്ലുകളിന്മേൽ പ്രതിപക്ഷത്തു നിന്ന് ക്രിയാത്മകമായ ഇടപെടലുകൾ, നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ വന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് ബന്ധപ്പെട്ട മന്ത്രി തന്നെ ഇക്കാര്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവും. അത് ഈ ബില്ലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയും ഭേദഗതി ചെയ്ത് അത് കൊണ്ടുവന്നാൽ ആ ബില്ലിന് കൂടുതൽ ഗുണകരമാകും എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാർ അത് അംഗീകരിക്കുന്ന നിലപാടുണ്ട് കേരളത്തിൽ. അതേസമയം ഇപ്പോഴും ഇന്ത്യയിലെ നമ്മുടെ പാർലമെന്റിൽ ആ സമ്പ്രദായമില്ല. ഈ വെച്ചിരിക്കുന്ന സാധനം അതുപോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് വോട്ടിനിട്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള നിലയിലേക്ക് അല്ലാതെ ഇത് വരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ നിയമസഭയിലെ പഴയ സബ്ജക്ട് കമ്മിറ്റികൾ, ആ സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഇന്ത്യയുടെ പാർലമെന്റിലെ ഈ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. എന്നാൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ മന്ത്രിമാർ അംഗങ്ങളല്ല, ചെയർമാൻമാരും അവരാരും മന്ത്രിമാരുമല്ല. അവിടെ ഈ നമ്മുടെ വിവിധ പാർട്ടികൾക്ക് അവരുടെ അംഗസംഖ്യയുടെ ആ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ചെയർമാൻഷിപ്പുകളാണ് അവിടെ ഇക്കാര്യത്തിൽ
നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ റൂൾ 377 കുറിച്ചും പറഞ്ഞു. ഈ അമെന്റ്മെന്റുകൾ കാണാമല്ലോ അല്ലെ അവനു അങ്ങോട്ടേക്ക്? അല്ല, എന്തെങ്കിലും ഒരു വിഷ്വലിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല സാർ, ഇല്ല സാർ, കറക്റ്റ് ആണ്. അപ്പോ ഈ അമെന്റ്മെന്റ്സ് ടു ദ ബില്ല് എന്ന് നമ്മൾ പറയുമല്ലോ, ഭേദഗതികൾ നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അത് ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഭേദഗതികൾ നമ്മൾ നൽകുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ ഭേദഗതി നിർദ്ദേശിക്കുന്ന അംഗത്തിന് ഈ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് ഒന്ന് ഇടപെടാനും, 1 മിനിറ്റ് ആയാൽ പോലും എന്തെങ്കിലും ഒന്ന് പറയാം. വളരെ പ്രധാനപ്പെട്ട വിഷയമായി. ആ 1 മിനിറ്റ് എന്ന് പറയുന്നതും പാർലമെന്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറയുന്നതും വളരെ വിലപ്പെട്ടതാണ്. അതൊരു വളരെ ക്രൂഷ്യലാണ്. എത്ര നേരം എന്നുള്ളതല്ല. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമുക്കുള്ള അവസരം ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങളിൽ ഈ നമ്മുടെ ഭരണഘടന പാർലമെന്റിന് നൽകിയിട്ടുള്ള അധികാരങ്ങൾ, അവകാശങ്ങൾ, സംസ്ഥാന നിയമസഭകൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ, അവകാശങ്ങൾ, അത്തരം കാര്യങ്ങൾ. അപ്പൊ ഞാനിതിപ്പോ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് നേരിട്ട് നമ്മളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി അതിന് നഷ്ടപ്പെടുന്നു എന്നുള്ളത് പകരം നിങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും അവരുടേതായ വ്യക്തമായ അഭിപ്രായം ഉണ്ടാവും. അതിനകത്ത് രാഷ്ട്രീയം കടന്നു വരും. ഞാനിത് ഭരണഘടനയുടെ മാത്രം ആംഗിളിൽ നിന്നാണ് പറയുന്നത്. എന്റെ പൊളിറ്റിക്സ് അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്നതല്ല. എന്താ അതിനകത്തുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, ഒരു സംസ്ഥാനത്തെ വിഭജിക്കണമെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമസഭയുടെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ജനങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അവിടുത്തെ നിയമസഭയുടേതാണ്. അപ്പൊ നമ്മൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നു. അപ്പൊ നേരത്തെ ഉത്തരാഞ്ചൽ സംസ്ഥാനം നിലവിൽ വന്നു, ഛത്തീസ്ഗഡ് സംസ്ഥാനം നിലവിൽ വന്നു. അപ്പൊ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി. ഇതെല്ലാം ആ കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിലവിലില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിലവിലില്ലാതായത് അവരുടേതായ കുറ്റം കൊണ്ടായിരുന്നില്ല. ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പിരിച്ചുവിടുന്നതിന് മുമ്പ് സംസ്ഥാന നിയമസഭ മരവിപ്പിച്ച് നിർത്തിയതും അതിന് മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിരുന്നതും അങ്ങനെയാണെങ്കിൽ ആ നിയമസഭ തന്നെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടോ ഒക്കെയാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യത്തിനെ സുവോമോട്ടോ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന് ഇത് മുഴുവനും അങ്ങനെ അത് കയ്യിലേക്ക് എടുക്കാൻ കഴിയുന്നതല്ല. അത് സംസ്ഥാനത്തിന്റെ തന്നെ അധികാരമാണ്. ഇത്തരത്തിലുള്ള പല അബ്രഗേഷൻസും നടന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ടാവും. അത് ഡിബേറ്റ്സ് ഒക്കെ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെ ഹീറ്റഡ് ഡിബേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ പാർലമെന്റിൽ ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അത് ക്യാമറകളെല്ലാം ഫോക്കസ് ചെയ്യും. അവിടെ രാജ്യസഭ ടിവിയും ലോക്സഭ ടിവിയും മാത്രമാണ് ഇക്കാര്യത്തിൽ അത് എടുക്കുന്നത്. പുറത്തേക്ക് മറ്റ് ക്ലിപ്പിങ്ങുകളായിട്ടാണ് വരുന്നത്. നമ്മുടെ കേരള നിയമസഭയിൽ ഇതുപോലെ അക്രഡിറ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ഈ ജേർണലിസ്റ്റുകളുടേത് വരുന്നത് പോലെ മറ്റ് ടിവിക്കാർക്കെല്ലാം വന്ന് അത് ലൈവായി അങ്ങനെ സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നതല്ല. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ ഭരണഘടനയാണ് ഇന്ത്യയിലെ എല്ലാ നിയമങ്ങൾക്കും മുകളിൽ. എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് കീഴിൽ മാത്രം ഉള്ളതാണ്. ഞാനിപ്പോ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഭരണഘടനയുമായി ബന്ധപ്പെട്ടും പാർലമെന്റുമായി ബന്ധപ്പെട്ടും ലോക്സഭയിൽ റൂൾ 193 ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഹാഫ് ആൻ അവർ ഡിസ്കഷൻ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരാറുണ്ട്. റൂൾ 193 ഡിസ്കഷൻ എന്നുള്ളത് ഒരു നോട്ടീസ് കൊടുക്കണം. ഒന്നിലേറെ എം പിമാർ ചേർന്നിട്ടാണ് നോട്ടീസ് കൊടുക്കുക. ഒരാള് നമ്മൾ അവതാരകൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അപ്പോൾ റൂൾ 193 നോട്ടീസ് കൊടുത്താൽ ആ നോട്ടീസിന്റെ മേല് അത് ഗവൺമെന്റ് കൂടി അംഗീകരിക്കുന്നു. അതെന്താന്ന് പറഞ്ഞാൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടും. പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലീഡറോ അല്ലെങ്കിൽ ചീഫ് വിപ്പോ അവര് ഒക്കെ ആയിട്ടായിരിക്കും ആഴ്ചകളിൽ ഒരു ദിവസമെങ്കിലും അത്തരത്തിൽ സ്പീക്കർ ഇത് വിളിച്ചു കൂട്ടും. അതല്ലാതെ പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലാതെ വിളിച്ചു കൂട്ടും. അപ്പുറത്തെ രാജ്യസഭയിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൃത്യമായി കൂടുന്ന, അല്ലാതെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിന് അനൗപചാരികമായി കൂടാം. നമുക്ക് ഈ പറയുന്ന പോലെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചോണ്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനൊരു വേദി എന്നുള്ളത്, അത് കേൾപ്പിക്കാനുള്ള ഒരു വേദി എന്നുള്ളത്, അത് മറ്റുള്ളവരിലേക്കും എത്തിക്കാം. അതിനൊക്കെയാണല്ലോ പാർലമെന്റിന്റെ ഒരു ഇറ്റ്സ് എ ഫോറം ഫോർ ഡിസ്കഷൻ, ഇറ്റ്സ് എ ഫോറം ഫോർ ഡിബേറ്റ്. ആ കാര്യത്തിൽ അവിടെ ഒരു കൺസെൻസസിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അപ്പൊ ചർച്ചയ്ക്ക് അങ്ങനെ നോട്ടീസ് കൊടുക്കുക. കേരളത്തിലെ മുമ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വരൾച്ച ഉണ്ടായിട്ടുള്ളപ്പോൾ, കേരളത്തിലും വരൾച്ച ഉണ്ടായിട്ടുള്ളപ്പോൾ, ഏറ്റവും കൂടുതൽ കേരളത്തില് ഈ ഫ്ലഡ് സിറ്റുവേഷൻ അങ്ങനെ അവിടെ വലിയ പ്രകൃതി ദുരന്തവും അതുപോലെ ഈ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടായപ്പോൾ അപ്പോഴെല്ലാം അത് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ കൂടുതൽ സഹായം വേണമെന്നുള്ളതും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അങ്ങനെ 193 ഡിസ്കഷനിലേക്ക് അപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എത്തിക്കാനായി കഴിയുക. ഇല്ല എങ്കിൽ ഞാനിപ്പോ ചുരുക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് കൂടി എടുത്ത് ഞാൻ ചുരുക്കാം. ഇന്ത്യ പോലെ വളരെ ബൃഹത്തായ ഒരു രാഷ്ട്രം ലോകത്തിൽ എല്ലാ കാലാവസ്ഥയും ഒരേ സമയത്ത്
ഈ രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവേദ്യമാണ്. നിങ്ങൾ കേരളത്തിൽ പലരും ഇപ്പോഴും ഇരിക്കുന്നത് സാധാരണ വേഷത്തിൽ, ചെറിയ ചൂടുണ്ടാവും അല്ലെ? അങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഇനി അടുത്ത മാസം ഒക്കെ ആകുമ്പോൾ, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഈ ഒരു വേഷത്തിലും എനിക്ക് ഇരിക്കാനായിട്ട് കഴിയില്ല. കാരണം ഇപ്പൊ തന്നെ തണുപ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു കാലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇന്ന് ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ നിങ്ങൾ നാഥുല്ല പാസിനെയും സൊജുല പാസിനെയും പറ്റി കേട്ടിട്ടുണ്ടാവും. ആ സൊജുല പാസില് ഒരു ജീപ്പ് ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ ജീപ്പ് കടന്നു പോകുമ്പോൾ രണ്ടു വശത്തും മഞ്ഞ് ഇങ്ങനെ ഈ കൂടിക്കിടക്കുന്നത് ഒരു 2-3 ആൾ പൊക്കത്തിലാണ്. ഇതിനിടയിൽ കൂടിയാണ് ജീപ്പ് പോകുന്നത്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ പല ഭാഗത്തും. അപ്പോഴും 40-42 ഡിഗ്രി ചൂട് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലുണ്ട്. തോരാത്ത മഴ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത പ്രത്യേകതയുള്ള ഒരു ഉപഭൂഖണ്ഡം, ആ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജീവിതചര്യകളാണുള്ളത്. മലയാളികളായ നമുക്ക് കൗതുകവുമായി ഒരുപക്ഷെ നമുക്ക് യോജിക്കാൻ പോലും പല ആളുകൾക്കും ബുദ്ധിമുട്ടുള്ള ഭക്ഷണ രീതിയും അവരുടേതായിട്ടുള്ള ജീവിത രീതികളും ഒക്കെ ഈ ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. അവർക്ക് വാസ്തവത്തിൽ പല ആളുകളും അത്ഭുതം കൂടുന്ന നിലയിലുള്ളതായിരിക്കും ഇന്ത്യയില് കേരളീയരുടെ ജീവിതശൈലിയും ജീവിത രീതിയുമല്ല. ഈ ലൈഫ് എക്സ്പെക്ടൻസിയുടെ കാര്യത്തിൽ, നമ്മുടെ പ്രതീക്ഷിത ആയുഷിന്റെ കാര്യത്തിൽ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന, ഇപ്പൊ ഓൺലൈനിലാണെങ്കിൽ അങ്ങനെ എന്ന് മാത്രമല്ല, ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയുകയുണ്ടായി, ഈ നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായിപ്പോയല്ലോ. ഓൺലൈനിലാണല്ലോ കുട്ടികൾ പഠിക്കാനായിട്ട് പറഞ്ഞത്. ഓൺലൈനിൽ കുട്ടികൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും വലിയ ചർച്ച. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. ആ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത് വല്ലാതെ ഇപ്പോഴും രൂക്ഷമാവുകയാണ്. കേരളത്തിൽ അതേസമയം കേരളത്തിൽ അവിടെ ഗവൺമെന്റ് ആയാലും സന്നദ്ധ സംഘടനകളായിരുന്നാലും അതുപോലെ ഒരുപാട് നല്ല മനസ്സുള്ള മനുഷ്യരായിരുന്നാലും അവരെല്ലാവരും ഇടപെട്ട് കുട്ടികൾക്ക് ഇത് പഠനത്തിന് സഹായകമായ നിലയിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ അവർക്ക് ടാബോ അതല്ലെങ്കിൽ മൊബൈലോ അതല്ലെങ്കിൽ അവർക്ക് ഈ ടെലിവിഷൻ സെറ്റുകളോ ഒക്കെ അങ്ങനെ നൽകുക എന്ന് പറയുമ്പോൾ അതൊരു കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോ നമ്മൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും കേരളത്തിൽ നമ്മൾ പരസ്പരം ഇക്കാര്യത്തിൽ സാമൂഹികമായി നമ്മൾ അകലം നമ്മൾ പാലിക്കുമ്പോഴും ഹൃദയ ഐക്യം നമ്മൾ പാലിച്ചുകൊണ്ട് ഇതിനെ തടയാനായിട്ട് നടത്തുക. ഇന്ന് രാവിലെ ഒരു 25 മിനിറ്റോളം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി ഈ കേരളപ്പിറവി വാരാഘോഷത്തിന്റെ അത് പുറത്തുനിന്ന് ആരും പങ്കെടുത്തുകൊണ്ടല്ല, അത് അത്തരത്തിൽ വാസ്തവത്തിൽ കേരള ഹൗസിലെ വളരെ ചുരുക്കം ജീവനക്കാരും മറ്റുമെല്ലാം പങ്കെടുത്ത് അത്തരത്തിൽ നടത്തിയതാണ്, നടത്തേണ്ടത് തന്നെയാണ്. ഗവർണർ ആണ് അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ ഒരു കേരളീയൻ അല്ലാത്ത എനിക്കാണ് കേരളത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കേരളത്തെ കുറിച്ച് എനിക്ക് എപ്പോഴും ബഹുമാനവും ആ സ്നേഹം നിങ്ങളുടേത്. പക്ഷെ ഞാനിത് പറയുന്നത് കേരളീയൻ അല്ലാത്ത ഒരാൾക്ക് എനിക്കിതൊരു എന്താ പറയേണ്ടത്, അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മലയാളികൾക്ക് ഇത് കൃത്യമായി ബോധ്യപ്പെടില്ല. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളോട് കുര്യൻ ജോസഫ് സാറൊക്കെ ഉണ്ട്, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ജനിച്ചു വളർന്നത് അത്തരം ഒരു സാഹചര്യത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് അവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തെ, പൊതുജനാരോഗ്യ രംഗത്തെ നിങ്ങളുടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറമായി നിങ്ങളുടെ എല്ലാ നല്ല മനസ്സുകൾ, അവരുടേതായിട്ടുള്ള ഇടപെടൽ, അത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാകില്ല. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, കുട്ടികളോട് നമ്മുടെ മക്കളോട് പറയുമല്ലോ, എടാ നീ ഇതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണോ നീ ഇതെല്ലാം കരുതുന്നത് എന്നുള്ളത് പോലെ. വാസ്തവത്തിൽ ഗവർണർ നമ്മളോട് പറഞ്ഞത് അത്തരം ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള, ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നേടേണ്ടതായിട്ടുള്ള ഒരു സമൂഹം, നമ്മൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അത് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിലും ഇന്ത്യയിലെ ഈ ഭരണഘടന തന്നെ നമുക്ക് സ്വാതന്ത്ര്യം, സമത്വം ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഈ ഇക്വാലിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് അത്തരത്തിൽ വന്ന 3 വാക്കുകൾ മാത്രമായി ഏട്ടിലെ പശു പുല്ല് തിന്നാത്തതുപോലെ ഇരുന്നുറങ്ങാനുള്ളതല്ലല്ലോ. അത് സാമ്പത്തികമായ, സാമൂഹികമായ ആ തുല്യതകളിലേക്കുള്ള പ്രയാണത്തിനുള്ള നമുക്ക് മാർഗദർശകമാണ് നമ്മുടെ ഭരണഘടന എന്നത്. എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇന്ത്യ പൂർണ്ണമായ അർത്ഥത്തിൽ ഫെഡറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ഫെഡറേഷൻ സ്വഭാവം ഉള്ളതാണ് ഓസ്ട്രേലിയ. ചെറിയ രാഷ്ട്രമാണ് സ്വിറ്റ്സർലൻഡ്. ഞാൻ നടത്തുന്നതിന് മുമ്പ് ബിനുവിന്റെയും എന്റെ ചങ്ങാതിമാരുടെ അറിവിലേക്ക് വേണ്ടി പറയാം, സ്വിറ്റ്സർലൻഡിലെ യൂണിയൻ ഗവൺമെന്റ് വാസ്തവത്തിൽ അവിടുത്തെ സംസ്ഥാനങ്ങളുടെ പേര് കാന്റൺസ് എന്നാണ്. ആ കാന്റൺസിന്റെ ഓരോ വർഷത്തെയും ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുകയിലെ ഒരു വിഹിതമാണ് അവിടുത്തെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഫെഡറൽ ഗവൺമെന്റിന് ലഭ്യമാകുന്നത്.
അതായത് സ്വിറ്റ്സർലൻഡിന്റെ പട്ടാളം ഉൾപ്പെടെ ഫെഡറൽ ഏജൻസീസിനടക്കം പ്രവർത്തിക്കാനുള്ള പണം എന്നത് സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് അവർ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, അല്ലാതെ തിരിച്ചല്ല. നമ്മുടെ ഇവിടെ പലപ്പോഴും എന്താണ്, ഇവിടെ സംസ്ഥാനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ ഭിക്ഷാപാത്രവുമായി നിൽക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പൊ തന്നെ പല തർക്കങ്ങളിലേക്കും പോകാനിടയുള്ള ഒരു കാര്യമുണ്ട്. എന്താ GSTയുടെ വിഹിതത്തെ സംബന്ധിച്ച് ഓർമ്മയുണ്ടല്ലോ. വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ളത് ആ കാര്യത്തിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും അത്തരം ക്രയവിക്രയങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകുന്നതിനുള്ള ആ വികാരങ്ങളെ മാറ്റുന്നതിന് ശരി, എല്ലാവരും അത് അംഗീകരിക്കുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകേണ്ടതായിട്ടുള്ള കോമ്പൻസേഷൻ വിഹിതം ഓരോ 3 മാസത്തിലും ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങളും അവർ നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമകളും നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല. എവിടെ നിന്ന് പണം കടമാകും? റിസർവ് ബാങ്ക് ഇന്ത്യ ഗവൺമെന്റിന്റേതാണ്. വിദേശത്ത് നിന്ന് കടമെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ കടമെടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായ പലിശ കൊടുത്തുകൊണ്ട് കടമെടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും, അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, നേരത്തെ ഒരുപാട് വരുമാനം ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയും പഞ്ചാബും പോലുള്ള സംസ്ഥാനമാണോ, അതല്ല കേരളവും അല്ലെങ്കിൽ ഇപ്പുറത്ത് പുതുച്ചേരി പോലുള്ള സംസ്ഥാനമാണോ എന്നുള്ളതിൻ്റെതല്ല, ആ സംസ്ഥാനങ്ങളുടേതായ അധികാരങ്ങൾ കവർന്നെടുക്കപ്പെടുന്നതായി തോന്നും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് വിൽ ബിക്കം എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദിസ് the states and the union. സംസ്ഥാന ഗവൺമെന്റുകൾ അത്തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരായി കേസിന് പോവുക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം തന്നെ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതാണ്. ഞാനിത് മാത്രമേ ഈ വേളയിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ ബൃഹത്തായ ഒരു വിഷയമാണ് നമ്മളെടുത്തുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പാർലമെന്റ് എന്നുള്ളത്. ലോകത്തിലെ വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഉണ്ട്. ഞാൻ നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും ഈ കൃത്യമായി റൈറ്റ് ടു പ്രൈവസി പറയുന്നില്ല, ഉണ്ടോ? ഒരിടത്തും സ്വകാര്യതയുള്ള അവകാശത്തെ പറ്റി ഒരിടത്തും അതിനെക്കുറിച്ച് പറയുന്നില്ല. LLM-ന് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ ഞാൻ എടുത്തൊരു വിഷയം കൂടി ഇതാണ്. എന്നാൽ സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെ അനുബന്ധമായി വിവിധ ഹൈക്കോടതികളുടെ വിധിന്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കെല്ലാം വ്യക്തിപരമായ സ്വകാര്യതയ്ക്കുള്ള, എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും നമ്മളൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും വ്യക്തിപരമായ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇന്ത്യൻ പൗരനുണ്ട്. എന്നാൽ ഭരണഘടനയിൽ എഴുതപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് ഫ്രീഡം ഓഫ് പ്രസ് എഴുതിയിട്ടുള്ളത്? നമ്മളോടല്ല നമ്മുടെ മാധ്യമപ്രവർത്തകര് നമുക്കറിയാലോ, നമ്മുടെ മാധ്യമപ്രവർത്തകര് ഈ പ്രിന്റ് മീഡിയയേക്കാൾ വല്ലാത്ത അഗ്രസീവായിട്ടാണ് ഈ വിഷ്വൽ മീഡിയ പെരുമാറാറുള്ളത്. അവിടെ വരുമ്പോഴത്തേക്ക് ആർക്കും അവിടെ എനിബഡി ക്യാൻ ബിക്കം എ പീപ്പിംഗ് ടോം എന്നുള്ളത് പോലെ ആർക്കും എവിടെയും കടന്നു കയറാം, എന്തും പറയാം. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് അങ്ങനെ അല്ല എന്ന്, അതിപ്പോ പൊതുരംഗത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ വലിയ പ്രയാസകരമാണ്. ഇത് ഓരോരുത്തർ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞു എന്നുള്ളതിനെ കണ്ടുപിടിച്ച് ഇതിന്റെ പുറകെ പോകാനും നിയമ നടപടികൾ കൈക്കൊള്ളാനും പോവുക എന്നുള്ളത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ളത് കൊണ്ട് എങ്ങനെ ഒരിടത്തും അത് പറയുന്നില്ല എങ്കിലും ആർട്ടിക്കിൾ 19(1)(a) നമുക്ക് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നത് കൊണ്ട് അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുകയാണ്, അത് ശരിയുമാണ് താൻ. എന്നാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ ഫ്രീഡം ഓഫ് പ്രസ് സ്പെസിഫിക് ആയി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ അത് എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഫ്രീഡം ഓഫ് പ്രസ് ഇല്ല എന്ന് വ്യാഖ്യാനിക്കരുത്. നിർത്തുന്നതിന് മുമ്പ് എന്താ ഇത് പറഞ്ഞതെന്ന് പറയാം. ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ വിനു വിനായകനും പറഞ്ഞു നമ്മുടെ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. ആ ഫണ്ടമെന്റൽ അത് തന്നെ ഒരു മഹാസാഗരമാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? വിടും ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ എന്നുള്ളത് ഏതാനും കുറെ കടലാസുകൾ മാത്രമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുമായി തുലനം ചെയ്താൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുമായി തുലനം ചെയ്താൽ ആ ഓസ്ട്രേലിയയുടെ ഭരണഘടന എന്നുള്ളത് ഏതാനും കുറെ കടലാസ് കഷ്ണമാണെന്ന് മാത്രം നമ്മൾ പറയേണ്ടി വരും. ആ ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ ഒരിടത്തും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരു സാധാരണ ശരാശരി ഇന്ത്യൻ പൗരനേക്കാൾ മറ്റേ ലോവർ ഫുട്ടിംഗ് ആണ് ഓസ്ട്രേലിയയിലെ പൗരൻ എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവർ എൻജോയ് ചെയ്യുന്നത് നമ്മളെക്കാൾ മെച്ചപ്പെട്ട നിലയിലാണോ, അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് നമ്മളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഉണ്ടോ ഇല്ലയോ, അതിന്റെ തർക്കത്തിലേക്കൊന്നും ഞാൻ പോണില്ല. അത് എഴുതപ്പെട്ടിട്ടില്ല എങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അവസ്ഥ. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ അതിന്റെ ആമുഖം തന്നെ തുടങ്ങുന്നത് അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു ക്ലാസ് നിർത്താം എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് അപ്പോ നിങ്ങളാണ് പിന്നെ മറ്റു കാര്യങ്ങൾ. എല്ലാ സംശയവും നമ്മളിപ്പോ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എല്ലാ സംശയത്തിനും ഒറ്റയടിക്ക് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇരിക്കാം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് ഈ സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്.
ഓരോ പദത്തിനും അതിൻ്റെതായ വലിയ അർത്ഥങ്ങൾ. ഒരു ചോദ്യം വേണമെങ്കിൽ വരാം, സോഷ്യലിസം എന്നുള്ളത് പിന്നീട് ഈ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണല്ലോ. ആണ്, ശരിയാണ്. എന്നാൽ ആ ഒരു പദപ്രയോഗം കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പും ഇന്ത്യൻ ഭരണഘടന ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ പ്രിൻസിപ്പിൾസുമായിട്ട് തന്നെയാണ് പോകുന്നത്. അത് എഴുതി വെച്ചാലും എഴുതി വെച്ചില്ലെങ്കിലും അത് ഇന്ത്യൻ ഭരണഘടന. ഇപ്പോൾ ഒരിക്കലും സുപ്രീം കോടതി ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് എന്ന് പറഞ്ഞില്ല. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് അറിയാമല്ലോ, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. പക്ഷെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഒരു ഭംഗവും ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് കോട്ടം തട്ടാതെ നിന്നുകൊണ്ടുള്ള മാറ്റങ്ങളാണ് അതിനകത്ത് വരുത്താൻ കഴിയുക. അത് മാറുന്ന കാലത്തിനനുസരിച്ച് പല മാറ്റങ്ങളും അനിവാര്യമാണ്. നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഈ പല നിയമങ്ങളെയും നമ്മുടെ ഉപകരണങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മുടെ, അതായത് മനുഷ്യരുടെ, പൗരന്മാരുടെ ആവശ്യത്തിനാണ്, തിരിച്ചല്ല. ആ നിയമത്തിന് പറ്റിയ നിലയിലേക്ക്, നമുക്ക് പറ്റിയ കുപ്പായത്തിന് പറ്റിയ നിലയിലേക്ക് ശരീരം ആക്കുക എന്നുള്ള നിലയിലേക്കോ, തൊപ്പിക്ക് പറ്റിയ നിലയിലേക്ക് തല ചെത്തുക എന്നുള്ള നിലയിലേക്കോ അല്ല. നമ്മുടെ പൗരന്മാർക്ക് ഈ അവകാശങ്ങൾ, ചുമതലകൾ, ഒപ്പം ഭരണകൂടം, അതിലെ ഈ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇവരുടേതായിട്ടുള്ള വിവിധ ചുമതലകൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും പിന്നീട് വിവിധ കോടതി ഉത്തരവുകളിൽ കൂടി, ജഡ്ജ്മെന്റ്സ് ഓഫ് ദ സുപ്രീം കോടതി, അത് ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള, ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, ഭരണഘടന എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇതെല്ലാം തന്നെ നമ്മളിപ്പോഴും ഇത് നമ്മളെ നയിക്കുന്ന പ്രകാശമായി തന്നെ അത് തുടരുക തന്നെ ചെയ്യും. അത് ഇപ്പോൾ ഇത്രയും മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഇക്കാര്യത്തിൽ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ പാർലമെന്റ്, പാർലമെന്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രശ്നവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 0 ഓവറിന്റെ കാര്യങ്ങളും അതിൽ തന്നെ ഒപ്പം ഞാൻ റൂൾ 193, റൂൾ 377 സ്പെഷ്യൽ മെൻഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒക്കെ ഞാനിവിടെ സൂചിപ്പിച്ചു, എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം. ശരി, അപ്പോ ഞാൻ ഇപ്പൊ തൽക്കാലം എന്റെ വർത്തമാനം ഇവിടെ ഞാൻ നിങ്ങളുടെ അനുമതിയോടുകൂടി ക്ലാസ് എന്നുള്ള നിലയിലാണ് നിങ്ങൾ ക്ഷണിച്ചത്. ക്ലാസ് എടുക്കുക എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളോടൊപ്പം ഒക്കെ ഇങ്ങനെ ഈ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാനായിരുന്നു കൂടുക എന്നൊക്കെ പറയുന്നത്, അതൊരു അനുഭവം മാത്രമല്ല, അതൊരു അനുഭൂതിയാണ്. പഠിക്കുക, പഠിപ്പിക്കുക, ഇങ്ങനെ വീണ്ടും ആശയങ്ങൾ കൈമാറുക എന്നുള്ളത്.